أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم لك الحمد على الإيمان ولك الحمد على الإسلام. اللهم لك الحمد على الإنعام ولك الحمد على الإفضال. يا ربنا لك الحمد أنت قيم السماوات والأرض ومن فيهن يا الله. يا ربنا لك الحمد أنت نور السماوات والأرض ومن فيهن يا الله. اللهم صل على الذات المحمدية اللطيفة الأحدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. وغفرانك ربنا وإليك المصير. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന ഇഅ്തികാഫിൻ്റെ ശ്രേഷ്ഠമായ നിയ്യത്തോടുകൂടെ പൊരിശയാക്കപ്പെട്ട ഫർളാക്കപ്പെട്ട ളുഹർ ജമാഅത്ത് നിർവഹിച്ച് സ്വായിമീങ്ങളായി നോമ്പുകാരായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി നാം ഒരുമിച്ച് കൂടിയത് റബ്ബുൽ ആലമീൻ സ്വാലിഹായ അമലായി സാധുക്കളായ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ബഹുമാന്യനായ ഹാഫിള് മാഹിരി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ, പണ്ഡിത മഹത്തുക്കൾ, നല്ലവരായ ദീനിൻ്റെ സഹായികളായ ഉമറാക്കൾ, കാരണവന്മാർ, പരിചയമുള്ള ഒട്ടേറെ സുഹൃത്തുക്കൾ, പരസ്പരം കണ്ടും അടുത്തും അറിഞ്ഞും സ്നേഹിച്ചുമൊക്കെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളാണ് അൽഹംദുലില്ലാഹ് മേലെ പട്ടാമ്പിയിൽ വരുമ്പോൾ കാണാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും മഹബത്തും ഉൽഫത്തുമൊക്കെ നാളെ അർശിൻ്റെ തണലിൽ കണ്ടുമുട്ടുവോളം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് നല്ല നല്ല മുഖങ്ങളെ ഓരോ വർഷം വരുമ്പോഴും ഓരോ പരിപാടികൾക്ക് വരുമ്പോഴും കാണാതെയാവാറുണ്ട്. നമ്മളൊക്കെ ഏറെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, കാരണവന്മാർ, ഉസ്താദുമാർ, ഉമറാക്കൾ, നേരത്തെ മാഹിരി ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്തയുടെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ പലവിധ വിഷയങ്ങളിലും കണ്ടുമുട്ടിയിരുന്ന, സഹായങ്ങളുണ്ടായിരുന്ന, സഹകരിച്ചിരുന്ന, ദുആ വസിയ്യത്ത് പറഞ്ഞിരുന്ന ഒരുപാട് മുഖങ്ങൾ 6 അടി മണ്ണിലാണ്, ആരാരുമില്ലാത്ത ഖബറിലാണ്. അള്ളാഹു അവർക്ക് മുഴുവനും നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രാചീനമായ പൗരാണികമായ നമ്മുടെ ഈ മഹല്ല്, ആയിരങ്ങളും പതിനായിരങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഖബർസ്ഥാൻ എന്നു മുതലാണോ ഇവിടെ മറമാടൽ ആരംഭിച്ചത് നമുക്കാർക്കും അറിയില്ലായിരിക്കാം.
ആദ്യം ആരെയാണോ മറവ് ചെയ്തത് എന്നതും ഈ ജീവിച്ചിരിക്കുന്ന തലമുറക്കൊന്നും അറിയില്ലായിരിക്കാം. അന്ന് മുതൽ ഈ അവസാനം വരെയും നമ്മൾ മറവ് ചെയ്തവർ ഉൾപ്പെടെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങളൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ചെയ്ത ഹസനാത്തുകൾ, നന്മകൾ, ഇബാദാത്തുകൾ, ത്വാഅത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്ത് അവരുടെ ഖബറിലേക്ക് നൂറാക്കി വെളിച്ചമാക്കി അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, പാളിച്ചകൾ, സയ്യിആത്തുകൾ, തെറ്റുകുറ്റങ്ങൾ, മനുഷ്യ സഹജമായി സംഭവിച്ചതിനെല്ലാം അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കരുണയും മാപ്പും നൽകി അവൻ്റെ ഇഷ്ടദാസന്മാരിലും ദാസികളിലും അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളായ വിശുദ്ധ റമദാനിലെ സേട്ടമായ പകലുകളെ വിജ്ഞാനം കൊണ്ട് ധന്യമാക്കുക എന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യത്തോടുകൂടെ ദിവസങ്ങളായിട്ട് നടന്നു വരുന്നതും ഇനിയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതുമായ നമ്മുടെ പ്രഭാഷണ പരിപാടിയിലാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനുമൊക്കെയുള്ള അവസരമുണ്ടായിരുന്നു. ഉസ്താദ് വിളിച്ചപ്പോൾ ഈ ഒരു ബന്ധവും സ്നേഹവും ഒക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നാളേക്ക് മുതൽക്കൂട്ടായിട്ട് ഉപകാരപ്പെടുന്നതായിട്ട് ഉണ്ടാവുക. പരസ്പരം ഒന്ന് കണ്ട് മുസാഫഹത്ത് ചെയ്ത് പുഞ്ചിരിച്ച് സ്വതക്ക കൊടുത്ത് സലാം പറയുന്നതും പുഞ്ചിരിക്കുന്നതും മുസാഫഹത്ത് ചെയ്യുന്നതും അതൊക്കെ ഒരു സ്വതക്കയാണല്ലോ. ഈ ഒരു ഉൽഫത്തും മഹബത്തും, ഈ ഒരു സ്നേഹമാണ് നമുക്ക് എടുത്തു വയ്ക്കാനും സൂക്ഷിക്കാനുമൊക്കെ ഉണ്ടാവുക. നാളെ നമ്മെക്കുറിച്ച് പറയപ്പെടുന്നതും ഇതുതന്നെയായിരിക്കാം, നമ്മുടെ ഈ താല്പര്യങ്ങളും സ്നേഹങ്ങളുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ റഹ്മത്തിൻ്റെ 10 സുദിനങ്ങൾ വിടവാങ്ങുകയാണ്. മഗ്ഫിറത്തിൻ്റെ ഇരവുകളിലേക്ക്, രാപ്പകലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ 2 കൈയും നീട്ടിയിട്ട് രാജാതിരാജനായ ഖാലിഖായ റബ്ബുൽ ആലമീൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മളെല്ലാവരും ഉറക്കെ ഈ 10 ദിവസങ്ങളിലും ചോദിക്കുകയായിരുന്നു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീം. കരുണക്കടലായ തമ്പുരാനോട് അവൻ്റെ റഹ്മത്തിനെ, അവൻ്റെ കരുണയെ, അവൻ്റെ കൃപയെ, അവൻ്റെ ഔദാര്യത്തെ, അവൻ്റെ കടാക്ഷത്തെ ചോദിക്കുകയായിരുന്നു. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിലക്കാത്ത ഒരു പ്രവാഹമായിട്ട് അതിങ്ങനെ സദാസമയത്തും നമ്മിലേക്കിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷ നേരം പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കാർക്കും സാധ്യമല്ലല്ലോ. നമുക്കെന്നു മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു മഖ്ലൂഖിനും, ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒരു സെക്കൻഡ് പോലും ചലിക്കാൻ സാധ്യമല്ല. അത്രയും വലുതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. ആ റഹ്മത്തിനെ വളരെ വലിയ ആശയോടെ, പ്രതീക്ഷയോടുകൂടെ, സന്തോഷത്തോടുകൂടെ ചോദിക്കുകയാണ്.
ആശങ്കകളില്ലാതെ നിരാശപ്പെടലില്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആകാംക്ഷയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ഇരക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ സംബോധനയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല വിഷയങ്ങളും അനൗൺസ് ചെയ്യാൻ, വിളംബരം ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു തമ്പുരാൻ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആരംഭപ്പൂവായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിർദ്ദേശമാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖനതു, നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്, ആശ മുറിയരുത് മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കരുണയിൽ നിന്ന്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾക്കൊരിക്കലും ആശങ്ക വേണ്ടതില്ല, പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ, ആശയോടുകൂടെ, അത്യാഗ്രഹത്തോടുകൂടെ റബ്ബിൻ്റെ റഹ്മത്തിനെ നിങ്ങൾ കൊതിക്കുക. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അള്ളാഹുവിനെ വിളിക്കുന്നത്, ഉടയ തമ്പുരാന്, പടച്ച തമ്പുരാന് തന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് യാ റഹീം എന്ന് വിളിക്കലാണ്, യാ റഹ്മാൻ എന്ന് വിളിക്കലാണ്. പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സ്വർണ്ണ നൂലുകളാൽ തുന്നിച്ചേർക്കപ്പെട്ട പരിശുദ്ധമായ ഖില്ലയുണ്ട്. കഅബാലയത്തിൻ്റെ സ്വർണ്ണപ്പാത്തിയുണ്ട് മീസാബ് ഹിജ്ർ ഇസ്മായിലിൻ്റെ മുകളിൽ. മഹാനായ സയ്യിദുന ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ ഹിജ്ർ, ഇസ്മായിൽ അലൈഹിസ്സലാമയെ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ കിടത്തി ഉറക്കിയിരുന്ന, പരിപാലിച്ചിരുന്ന, ലാളിച്ചിരുന്ന ആ ഒരു പ്രത്യേകമായ കെട്ട് നമുക്കൊക്കെ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ പള്ളിയുടെ മെഹ്റാബ് പോലെ അതിന് നേരെ മുകളിൽ സ്വർണ്ണപ്പാത്തിയുണ്ട്. ആ സ്വർണ്ണപ്പാത്തിയുടെ മുകളിലായിട്ട് തങ്കലിപികളിൽ ഇങ്ങനെ സ്വർണ്ണ നൂലുകൊണ്ടിങ്ങനെ ഉല്ലേഖനം ചെയ്തത്, അവിടെ പോയി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നബ്ബി ഇബാദി, നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. അത് മുഴുവനും ആയത്തുകളും, മുഴുവനും പ്രാർത്ഥനകളും, മുഴുവനും അള്ളാഹുവിൻ്റെ അസ്മാകളുമാണ്. ആ ഖില്ല നിറച്ച് ലോകത്തെ ഏറ്റവും വില കൂടിയ പട്ടാണ്, ലോകത്തെ ഏറ്റവും വില കൂടിയ പട്ടുനൂലുകൊണ്ട്, സ്വർണ്ണനൂലുകൊണ്ട് എഴുതി വെക്കപ്പെട്ടത് മുഴുവനും ആയത്തുകളാണ്. വിശുദ്ധ ഖുർആന്റെ മനോഹരമായ ഇതുപോലെയുള്ള ആയാത്തുകളാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉകളാണ്, അസ്മാഉൽ ഹുസ്നകളാണ് എഴുതി വെച്ചത്. നമ്മളിങ്ങനെ കില്ല ചുംബിക്കുമ്പോൾ ആ ചുംബിക്കുന്ന ഭാഗത്ത് വരുന്നത് പോലും അള്ളാഹുവിൻ്റെ അസ്മാഉകളാണ്. ചുംബിക്കാനും കില്ല പിടിക്കാനും കാണാനുമൊക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹജ്ജ് കഅബയൊക്കെ പറയുമ്പോൾ പട്ടാമ്പി, മേലെ പട്ടാമ്പി മഹലിന് വലിയ ഖിദ്മത്തിൻ്റെ ചരിത്രം പറയാൻ പറ്റും. നമ്മൾ വർഷങ്ങളോളം ഈ ചിത്രയിൽ നമ്മുടെ പട്ടാമ്പി ഹജ്ജ് ക്യാമ്പ് നടത്താറുണ്ട്. അതിൻ്റെ എല്ലാ ചെലവും ഏറ്റെടുക്കാറുള്ളത് നിങ്ങളാണ്. ഭക്ഷണമായിട്ടും സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ഈ ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ നിന്നൊക്കെ നിസ്കാരപ്പായ, ടാർപ്പായ, പുതപ്പ്, വിരിപ്പൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പാലക്കാട്, അതുപോലെ തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ഹജ്ജാജിമാർക്കുള്ള ഖിദ്മാത്തുകളൊക്കെ നമ്മുടെ ചിത്രയിൽ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ ഖിദ്മാത്തിനൊക്കെ ഇവിടെ പല മുഖങ്ങളും കാണുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ വലിയ സേവനങ്ങളുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മളത് ഓങ്ങല്ലൂരിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ നിന്നുള്ള പ്രവർത്തകർ ചോദിച്ചു, അല്ല മേലെ പട്ടാമ്പിയിലെ ഹജ്ജ് ക്യാമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയോ എന്ന്. അങ്ങനെ ചോദിക്കേണ്ട. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഒന്ന് ഓർത്തെടുത്തതാണ്. അള്ളാഹു എല്ലാ ഖൈറിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സേവനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
അപ്പോൾ പരിശുദ്ധമായ ആ കഅബാലയത്തിൻ്റെ മീസാബിൻ്റെ സ്വർണ്ണപ്പാത്തിയുടെ മുകളിൽ അള്ളാഹു എഴുതി വെച്ചതാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് എഴുതി വെക്കപ്പെട്ടതാണ് അവിടെ. നബ്ബി ഇബാദി, നബിയെ അങ്ങ് എൻ്റെ അടിമകളോട് വിളിച്ചു പറയണം, എൻ്റെ അടിയാറുകളോട് അങ്ങ് അനൗൺസ് ചെയ്ത് വിളംബരപ്പെടുത്തണം. അന്നീ, തീർച്ചയായും ഞാനുണ്ടല്ലോ. അള്ളാഹു പറയാ, ഞാൻ അനൽ ഗഫൂർ അർ റഹീം, അനൽ ഗഫൂറാണ്, അനർ റഹീമാണ്. ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്. എൻ്റെ റഹ്മത്ത് വറ്റുന്നില്ല, എൻ്റെ റഹ്മത്ത് ഒരിക്കലും അത് നിലക്കുന്നില്ല. എൻ്റെ കരുണയുടെ കവാടങ്ങൾ ഒരിക്കലും കൊട്ടിയടക്കപ്പെടുന്നില്ല. അതുപോലെ ഞാൻ ഗഫൂറാണ്, എൻ്റെ മഗ്ഫിറത്തിൻ്റെ വഴികളും കവാടങ്ങളും ഒരിക്കലും കൊട്ടിയടക്കപ്പെടുന്നില്ല. നിരാശരാവാതെ യാ റഹീം യാ ഗഫൂർ എന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടേ ഇരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. റഹ്മത്തിലൂടെ മഗ്ഫിറത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോറ്റ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ക്ഷീണിച്ച് പൊരിവെയിലത്ത് കഠിനമായ ചൂടുള്ള ഷദീദുൽ ഹറാറയിലാണ് ഈ വർഷത്തെ നമ്മുടെ ചൂട്, നമ്മുടെ നോമ്പ്. ഷദീദത്തുൽ ഹറാറത്താണ്. ഒരു 10-25 കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കൊല്ലത്തിന് ഇടയിൽ ഇത്രമേൽ ചൂടുണ്ടായിട്ടില്ല എന്ന് പഴയ നോമ്പ് അനുഭവമുള്ള കാരണവന്മാരൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഗൾഫ് നാടുകളിൽ പോലും ഇത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തുന്നില്ല. ഈ ചൂട് നാളെ കഠിനമായ മഹ്ശറിലേക്കുള്ള ആ ഹറാറത്തിലേക്കുള്ള വലിയ നിധിയായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് മഹാനായ സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് നിങ്ങൾക്കെന്നെ അറിയുമോ, ഞാൻ അന ജുന്ദുബ് ഇബ്നു ജുനാദത്തുൽ ഗിഫാരി, ഞാൻ മദീനയിൽ നിന്ന് വരുന്ന ഗിഫാർ ഗോത്രക്കാരനായ ജുന്ദുബ് എന്നയാളാണ്, അഥവാ അബൂദറുൽ ഗിഫാരിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ അബൂദറുൽ ഗിഫാരി ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിലുണ്ട്, നിങ്ങൾ ഒരുക്കി വെക്കേണ്ട സാധനങ്ങൾ ഖബറിലെ ഇരുട്ടിന് പകരമായിട്ട് ഇരുൾമുട്ടിയ രാത്രിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചോളുണ്ടു, അത് നിങ്ങൾക്ക് ഖബറിൽ തുണയാകുമെന്ന് മഹാനായ സയ്യിദുന അബൂദറുൽ ഗിഫാരി മക്കക്കാരോട് പറയാ പ്രഭാഷണം. അതുപോലെ കത്തിയാടുന്ന മഹ്ശറിൽ സൂര്യൻ ഒരു ചാൺ മുകളിലിങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, വിയർപ്പിങ്ങിലിങ്ങനെ മുങ്ങിക്കുളിച്ച് ചുട്ടുപടുത്ത തറയിൽ നിൽക്കുമ്പോൾ, കഠിനമായ ചൂടുള്ള ഒരു ദിവസത്തെ നോമ്പ് മതി നിങ്ങൾക്ക് നാളെ മഹ്ശറിൽ രക്ഷപ്പെടാനെന്ന് സയ്യിദുന അബൂദറുൽ ഗിഫാരി കഅബ തൊട്ടിട്ട് ഇങ്ങനെ മക്കക്കാരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമ്മുടെ നോമ്പ് അவ்விധം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നാളെ കത്തിയാളുന്ന മഹ്ശറിലേക്ക്, എരിപൊരി കൊള്ളുന്ന ആരാരുമില്ലാത്ത, ആരും തണലില്ലാത്ത, തുണയില്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത, എല്ലാവരും ഓടിമറയുന്ന, ഓടിയൊളിക്കുന്ന, ഒറ്റപ്പെടുന്ന മഹ്ശറിലേക്ക് ഈ ഒരു ദിവസത്തെ നോമ്പ് മതി രക്ഷപ്പെടാൻ. കഠിനമായ ഈ ചൂടിൽ നോക്കുന്ന നോമ്പുകൾ അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല വഴികളാണ്. ആത്മീയമായിട്ട് നമ്മുടെ ഖൽബിനെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന, മനസ്സിനെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാത്മീയമായ ഭാവം ഒരു മനുഷ്യരിലുണ്ടാവുക. അതൊരു വലിയ സന്തോഷമാണ്, ഒരു വലിയ ആനന്ദമാണ്, അതൊരു രസമാണ്, അതൊരു ഹലാവയാണ്. അള്ളാഹുവിൻ്റെ ദീനും മില്ലത്തും ശരീഅത്തും ഇത് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമായിട്ട്, ഒരു ഹലാവയായിട്ട്, ഒരു മധുരായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക. അതുമായി ബന്ധപ്പെട്ട് 1-2 വിഷയങ്ങൾ പറഞ്ഞ് അസറാകുമ്പോഴേക്കിന് എനിക്ക് പള്ളിയിലേക്ക് എന്നെ തിരിച്ചെത്തും വേണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവും റസൂലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ മധുരായിരിക്കും എല്ലാ സമയത്തും.
ഏതൊരു മജ്‌ലിസാണെങ്കിലും ഒരു സദസ്സാണെങ്കിലും ഒരു മധുരം ഉണ്ടാവുമല്ലോ, ഒരു ഹലാവ ഉണ്ടാവുമല്ലോ. കട്ടിൽ വെക്കാൻ പോയടുത്തും ദ്വാരന്ന എന്നാ മധുരം കൊടുത്തോളൂ എന്ന് പറയും അല്ലേ. എന്തെങ്കിലും മജ്‌ലിസ് അവസാനിച്ചാൽ അല്ല മധുരം ഇല്ലേന്ന് നോക്കിയോ നമ്മൾ. ഒരു ഹലാവ വല്ലാത്ത ഇഷ്ടം നമുക്ക്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു മൗലിദ് ഓതിക്കഴിഞ്ഞാൽ വയറ് നിറച്ച് നല്ല സുഭിക്ഷമായ സദ്യ ഉണ്ടാവും, എന്നാലും ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടേ പിരിയുള്ളൂ. അതിനവിടെ സ്ഥലം ഗ്യാപ്പിടും. അതൊരു ഹലാവയാണ്. അത് അലുവൻ്റെ പീസ് നമ്മൾ പറയും കോഴിക്കോടൻ ഹലുവ എന്നൊക്കെ പറയും. അതന്നെയാണ് ഈ ഹലുവ, കോഴിക്കോടൻ ഹലുവ, ഹലാവ. അതന്നെ, അത് നമ്മൾ മലയാളികൾ അലുവയാക്കിയതാണ്. ഹ മാറ്റിയിട്ട് നമ്മൾ അംസാക്കിയിട്ട് അലുവ എന്നാക്കിയതാണ്. എഴുതി വെക്കൽ ഹലുവ, കോഴിക്കോടൻ ഹലുവ തന്നെ തന്നെയാണ്. അയ്യഖൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഒരു 3 കാര്യം ഒരു മനുഷ്യനിലുണ്ടായാൽ അവനിൽ ഈമാനിൻ്റെ ഹലുവ, മധുരം അവൻ്റെ ഖൽബിലുണ്ടാകും. ഈ ഹലാവ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വർത്താനം പറഞ്ഞു പോണത്. അയ്യഖൂന അല്ലാഹു വറസൂലു, അല്ലാഹുവും അവൻ്റെ റസൂലും ദീനും മില്ലത്തും ശരീഅത്തും നമ്മുടെ കൂടെ ഉണ്ടാവുക. മറ്റെന്തിനേക്കാളും അഹബ്ബ് അതായിരിക്കണം. മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം നബിയല്ല ലുഖ്മാൻ, പിന്നെയോ വലിയാണ്. നബിയല്ല, സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ, ആ മഹാനുഭാവന്റെ പേരിൽ ആയത്ത് പോലും സൂറത്ത് പോലും ഇറങ്ങിയിട്ടുണ്ട്. ഒരാളുടെ പേരിൽ സൂറത്തുണ്ടാവണമെങ്കിൽ ആള് ചില്ലറക്കാരനല്ലല്ലോ, മോശക്കാരനല്ലല്ലോ. വളരെ അപൂർവമായിട്ട് വിരളമായിട്ടാണ് ഒരാളുടെ നാമധേയത്തിൽ സൂറത്തിറങ്ങാറുള്ളൂ. ഒരാളുടെ പേരിൽ സൂറത്തു യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് മറിയം, സൂറത്ത് മുഹമ്മദ്, ഇങ്ങനെ ഓരോ പേരിൽ ഇങ്ങനെ ചില വ്യക്തികളുടെ പേരിൽ സൂറത്ത് കാണാൻ പറ്റും. അപ്പം അവരൊന്നും മോശക്കാരല്ല. അതിൽപ്പെട്ട ഒരു പേരാണ് സയ്യിദുന ലുഖ്മാനുൽ ഹകീം, സൂറത്തുൽ ലുഖ്മാൻ. നബിയല്ല, എന്നാൽ വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ താരീഖ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മഹാനായ സയ്യിദുന ലുഖ്മാൻ എന്നവർ നബി അല്ലെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആയുസ്സിനിടക്ക് 300 നബിമാരെ കണ്ടിട്ടുണ്ട്. 300 നബിമാരെ കണ്ടിട്ടുണ്ട്. അപ്പം ആ മനുഷ്യൻ്റെ പ്രത്യേകത എത്രയാ? 300 നബിമാരെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ പ്രത്യേകത എത്രയായിരിക്കും? ജീവിതത്തിൽ 300 നബിമാരുമായിട്ട് സന്ധിക്കാനുള്ള അവസരം. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ, തൻ്റെ മാതൃ സഹോദരൻ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബിയുടെ പെങ്ങളുടെ മകനാണ് സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ സഹോദരിയുടെ മകനാണ്. ജീവിതത്തിൽ 300ഓളം നബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ ആളാണ് സയ്യിദുന ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം. അദ്ദേഹം തൻ്റെ മകനോട് ചെയ്യുന്ന ചില ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, അതിങ്ങനെ വായിക്കുമ്പോൾ, ഓതുമ്പോൾ, അതിങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെ മനസ്സിലേക്ക് വരും. ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മുടെ ഖൽബിലേക്ക് ഇങ്ങനെ വരും. യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട്, പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് ചെയ്യുന്ന ഉപദേശം. എന്നാൽ ഈ ലുഖ്മാൻ അലൈഹിസ്സലാമിനോട് തൻ്റെ മകൻ അങ്ങോട്ട് വിളിച്ചിട്ട് യാ അബതി, പൊന്നു പിതാവേ, പൊന്നുപ്പ എന്ന് വിളിച്ചിട്ട് വാപ്പയിൽ നിന്ന് ചില കാര്യങ്ങൾ ഉപദേശമായിട്ട് വാപ്പയിൽ നിന്ന് ചില കാര്യങ്ങൾ തേടുന്നുണ്ട്. വാപ്പയോട് ചില ഉപദേശങ്ങൾ, ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചില ഉപദേശങ്ങൾ ഈ വിഷയവുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് സംസാരിക്കാൻ പറ്റും. യാ അബതി, വാപ്പാനെ വിളിക്കുക, വാപ്പയുമായിട്ട് ഒരു മുഷാവറ, ഒരു ചർച്ച നടത്തുക. യാ അബതി അയ്യുൽ ഖിസാലി മിനൽ ഇൻസാനി ഖൈർ,
വാപ്പയോട് മകൻ ചോദിക്കുന്ന ചോദ്യ, അല്ല ഉപ്പ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ് ഉപ്പ? യാ അബതി അയ്യുൽ ഖിസാലി മിനൽ ഇൻസാനി ഖൈർ. അപ്പൊ വാപ്പ മകനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്, അദ്ദീൻ, മോനെ, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്, ശ്രദ്ധയോടുകൂടെ കൊണ്ടു നടക്കേണ്ടത് ദീനാണ് കേട്ടോ. നല്ല മതബോധം ഉണ്ടാവണം, ദീനുണ്ടാവണം. ദീനുണ്ടായാൽ, ദീനുമായി ബന്ധപ്പെട്ടൊരു മനുഷ്യൻ ജീവിക്കുന്നതാണ്, മതബോധത്തിൽ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, ഒരു ഇൻസാന്റെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഖൈറെന്നു സയ്യിദുന ലുഖ്മാൻ എന്ന പിതാവ് തൻ്റെ മകനോട് ഉപദേശിക്കാം. ഓക്കെ, സമ്മതിച്ചു. വീണ്ടും മകൻ ചോദിക്കുകയാണ്, അല്ല ഉപ്പ, ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദീനുണ്ട് നോക്കുക, ഇനി രണ്ടാമത് അവൻ ശ്രദ്ധിക്കേണ്ട ഫഇദാ കാനതി സനതൈൻ, രണ്ടാമത്തെ കാര്യം എന്താണ്? ഇനി ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദീനു വൽമാൽ, ദീനും ഉണ്ടാവണം, നല്ല മുതലും ഉണ്ടാവണം. മാല്, ദീനും മാലും. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സംഗതികൾ, ഒരു മനുഷ്യനിൽ ഖൈറായിട്ടുണ്ടാവേണ്ട സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, അവശേഷിപ്പിക്കേണ്ട അവന്റെ ഔസ്വാഫുകൾ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ദീനുണ്ടാവണം, നല്ല സമ്പത്ത്, ഹലാലായ ത്വയ്യിബായ, നല്ല ഹലാലിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കപ്പെടുന്ന നല്ല മാല് ഒരു മനുഷ്യന്റെ ഖൈറാണ്. ഒക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, ഞാനിങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ വീണ്ടും മകൻ ഉപ്പയോട് ചോദിക്കുക, ഒരു മകനും ഉപ്പയും തമ്മിൽ നടക്കുന്ന ചർച്ചയാണിത്. ഒരു മകനും ഉപ്പയും തമ്മിൽ ഒരു കുടുംബയോഗം നടക്കുകയാണ്. ആഴ്ചയിലൊക്കെ ഒന്ന് നമ്മൾ രക്ഷിതാക്കളൊക്കെ ഒന്ന് കൂടിയിരുന്ന്, വാപ്പമാരൊക്കെ മക്കളെയൊക്കെ ഒന്ന് കൂട്ടിയിരുത്തിയിട്ട് ഇതുപോലെയുള്ള ചില ചർച്ചകളും ചിന്തകളൊക്കെ നമ്മുടെ കുടുംബത്തിലും വീടുകളിലും, നമ്മുടെ തീന്മേശയിലും ഡൈനിങ് ഹാളിലും നമ്മുടെ സിറ്റ് ഔട്ടിലും നമ്മുടെ ഓഫീസ് റൂമിലും ഒക്കെ അനിവാര്യമായ ഒരു കാലമാണ്. മക്കൾക്ക് നല്ല ഉപദേശം, നല്ല മൗഇദത്തുകൾ മക്കൾക്ക് കൊടുക്കണം. മക്കൾ വാപ്പയെ, വാപ്പ മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ, ഉമ്മയും മക്കളും മരുമക്കളും ഒക്കെ കൂടിയിരിക്കുമ്പോൾ നല്ല ബന്ധം ഉണ്ടാകും, നല്ല സ്നേഹം ഉണ്ടാകും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെയൊക്കെ മാതൃക എന്താ? കുടുംബം എല്ലാവരും ഒന്നിച്ച് വീട്ടിലെത്തിയിട്ടേ ഭക്ഷണം വിളമ്പൂ. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉസ്താദിൻ്റെ ഒരു പൂച്ചി എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അവിടേക്ക് കാണാൻ വരുന്ന അതിഥികളുണ്ടാകും, എല്ലാവരെയും ചേർത്തിരുത്തിയിട്ട് എന്നിട്ടോ എല്ലാവർക്കും ഓരോ പാത്രം ഇങ്ങനെ ഇട്ടുകൊടുക്കും. അല്ല, ആ ഒരു ഡിസ്പോസിബിൾ സംസ്കാരം ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ സംസ്കാരം. ഒരു 10 ആളുണ്ടെങ്കിലും 2-3 ഗ്ലാസ് ഉണ്ടാവുള്ളൂ, കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കോപ്പ. ഇപ്പോഴോ ഒരു 100 ആൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനാണെങ്കിൽ ഒരു 500 ഗ്ലാസ് ആദ്യം ഏൽപ്പിക്കും. എന്തേ? വെള്ളം കുടിക്കാൻ ഒന്ന് വേണം, പായസത്തിനൊന്ന് വേണം, ജ്യൂസിനൊന്ന് വേണം, അല്ലേ? പ്ലേറ്റും അങ്ങനെ തന്നെ. അതൊന്നൊക്കെ നെടു മാറിയിട്ട് എല്ലാവർക്കും കൂടെ ഒരു പാത്രം. ഇപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ഒരു 2 ദിവസം മുമ്പ് അത്തിപ്പറ്റയിൽ ഫതഹുൽ ഫത്താഹിൽ ഉസ്താദിൻ്റെ ഹളറത്തിൽ ഒരു സംഘമുണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. ഒരു അസർ മുതൽ പിറ്റേ ദിവസം സുബഹി വരെ ഉസ്താദിൻ്റെ ഹളറത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. രാത്രി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 10-80ഓളം ആളുകളുണ്ടായിരുന്നു. ഈ 80 ആളുകളും ഇതുപോലെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഹളറത്തിൽ ഭക്ഷണം കഴിക്കുകയാണല്ലോ. അതന്നെ രീതി. ഒരു വലിയ തളിക, അതിലൊരു 5-6 ആള്, അപ്പുറത്തൊരു തളിക, അതിലൊരു 5-6 ആള്. എല്ലാവർക്കും ഓരോ പ്ലേറ്റും ഓരോ ഗ്ലാസ്സൊന്നുമില്ല. ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കഴിക്കും, അപ്പുറത്താൾ അവിടുന്ന് അങ്ങോട്ട് കൈകൊണ്ട് വാരി തിന്നും. എന്നിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആരാ കഴിക്കുന്നത്? അതിന് കുറച്ച് കൽബ് വേണം, കുറച്ച് മനസ്സുറപ്പ് വേണം. അതിന്
ലാസ്റ്റ് ആരാണോ ആ പാത്രത്തിലാവുന്നത് ആ ആള് എല്ലാം അങ്ങോട്ട് വടിച്ചു കൂട്ടിയിട്ട് നമുക്ക് സഹിക്കുമോ? ഭർത്താവിൻ്റെ ബാക്കി ഭാര്യ കഴിക്കുമ്പോൾ സ്നേഹം കൂടാൻ അങ്ങനെയൊക്കെയാണ് ചില മരുന്നുണ്ട്. ഭർത്താവ് ബാക്കി വെച്ചു കൊടുക്കും. എന്തിന്? പൂച്ച കൊടുക്കാനല്ല, പമ്പർന്നോൾക്ക് തിന്നാൻ. ചായ കുടിച്ച് ജ്യൂസ് കുടിച്ചതിൻ്റെ ബാക്കി ഗ്ലാസ്സിലൊരല്പം ബാക്കി അതിൻ്റെ അടിയിലുണ്ടാവും. അതെന്തിനാ? ഭാര്യ കുടിക്കാൻ, മോൾ കുടിക്കാൻ, മോന് കുടിക്കാൻ, അല്ല തൂത്ത് കളയാനല്ല. ഇന്നിപ്പോൾ ലേശം ബാക്കിയോടെ വെച്ചാൽ അതുകൂടെ തിന്ന് കഴിച്ചോളി എന്ന് പറയും. ക്ലാസ്സിൽ ലേശം ചായ വെള്ളമോ ജ്യൂസോ ബാക്കിയുണ്ടെങ്കിൽ ഇതാ അതും കൂടെ കുടിച്ചോളി, അല്ലെങ്കിൽ കഴുകാൻ പോകുമ്പോൾ നേരെ ആ സിംഗിൾ കട ഒഴിച്ചു കളയും. ആ ഭർത്താവിൻ്റെ ബാക്കിയുള്ള ആ ഫള്, ആ അവശേഷിച്ച ആ ഒരല്പം സാധനം ഉണ്ടല്ലോ, അതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഉമ്മ നാട് നീങ്ങിപ്പോയിട്ടുണ്ട്. ഭാര്യ, ആ ഭാര്യയ്ക്ക് മൺമറഞ്ഞു പോയിട്ടുണ്ട്. വാപ്പാന്റെ ബാക്കി കുടിക്കാൻ പറ്റുന്നുള്ള ആ ഈമാനുള്ള മക്കള് ഒക്കെ മരിച്ചുപോയിട്ടുണ്ട്. വാപ്പാന്റെ ബാക്കിയിൽ നിന്ന് കൈകൊണ്ടെടുത്തിട്ട് വായിലേക്ക് വാരി തിന്നാൻ പറ്റുന്നുള്ള ഈമാനുള്ള മക്കളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ ബാക്കി കഴിക്കാൻ പറ്റുമെന്നുള്ള ആ ഈമാനുള്ള ഭാര്യ ഇല്ല. അതാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഉമ്മയും ഉപ്പയും പിന്നെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കാണാൻ വരുന്ന അതിഥികളും എല്ലാവരും കൂടെ വലിയ ഒരു തളികയിൽ ഒരു പാത്രത്തിൽ ഒരു വർദ്ധന അതിൽ കൊണ്ടുവന്നിട്ട് ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാം അതിൽ തന്നെ. എന്നിട്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് കഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ട് അവസാനത്തെ മെമ്പർ അത് കൈകൊണ്ട് ഇങ്ങനെ വടിച്ച് കൂട്ടിയിട്ട് അത് കഴിക്കുക. അൽഹംദുലില്ലാ. അതൊരു വലിയ മാതൃകയും വലിയ ഒരു ചിട്ടയും വലിയൊരു അദബുമാണ്, സുന്നത്തുമാണ്. അതൊരു മോഡലാണ്. മദീനയിൽ നിന്ന് കടമെടുക്കേണ്ട, പകർത്തപ്പെടേണ്ട മോഡലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉറങ്ങുന്നുണ്ടോ നിങ്ങളൊക്കെ? ചാരി ഇരിക്കുമ്പോൾ ഉറക്കം ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ഇങ്ങനെ വിട്ടിരിക്കുമ്പോഴേ ഞാൻ കുറച്ച് അങ്ങോട്ട് നോക്കണം, കുറച്ച് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ഇങ്ങോട്ട് അകത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരേ പറയുള്ളൂ. ഇന്ന് ഖദീജ ബീവിയുടെ ആണ്ടാണ്. അവരുടെ പേരിലൊരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കണം. നമ്മുടെ ഖബറാളികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അറിയുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആരക്കണം. അറിയുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ ദുആക്ക് വലിയൊരു ഒരു ഇഖ്ലാസ് നമുക്കുണ്ടാവും. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ഇരുന്നോളി, കുഴപ്പമില്ല. ഇനി കയറിയിരിക്കാൻ പറഞ്ഞിട്ട് പോകണ്ട, കയറിയിരിക്കാൻ പറഞ്ഞിട്ട് നീച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നോളൂ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇരിക്കണവരെന്നെ ഈ തൂണിൻ്റെ ഉള്ളിലാണെങ്കിൽ അതും വലിയ റാഹത്താണ്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും അനങ്ങ വേണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരനക്കും വേണ്ട. ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ അളിയനാണ്, കൈപ്പുറത്തെ എൻ്റെ പെങ്ങളെ കെട്ടിയാളാ. അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല കുടുംബ സംവിധാനങ്ങൾ ഒരുക്കുക, നല്ല മുഷാവറകൾ ഉണ്ടാവുക, ചിന്തയുണ്ടാവുക, ചർച്ച ഉണ്ടാവുക. അതിലൊരു വാപ്പയോട് മകൻ ചോദിക്കുന്ന ചോദ്യങ്ങളാ ഞാൻ പറഞ്ഞത്. വാപ്പയോട് മകൻ ചോദിക്കുകയാണ്, വാപ്പ നന്നാവാൻ പറ്റിയ കാര്യം എന്തൊക്കെയാണെന്ന്. അപ്പോൾ കൂടിയിരുന്നിട്ട് വാപ്പ മകനെ ശ്രദ്ധിക്കുമ്പോൾ, മകൻ വാപ്പയെ ശ്രദ്ധിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പകർത്താണ്ടാവുമല്ലോ. വാപ്പയിൽ നിന്ന് പകർത്തിയത് അല്ലേ, വാപ്പയിൽ നിന്ന് പകർത്തിയത് മകൻ നിന്ന് വാപ്പാക്കും പകർത്താണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ നിസ്കാരക്കാരായി, നോമ്പുകാരായി എന്നേ നമ്മളൊക്കെ. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നോമ്പുകാരായത്? നമ്മൾ ചെറുപ്പത്തിലെ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴത്തിനൊക്കെ ഉറങ്ങണ നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മളെ നോമ്പ് തോപ്പിക്കാൻ വേണ്ടി അത്താഴം കഴിപ്പിച്ചു നമ്മുടെ ഉമ്മ. എന്നിട്ട് ഒരു 10, 11, 12 മണി വരെയൊക്കെ നോമ്പെടുത്താൽ അവിടുന്ന് മുറിപ്പിക്കും, അര നോമ്പുണ്ടാക്കും. അങ്ങനെ ഫിഖഹിൽ ശരീഅത്തിൽ അങ്ങനെ ഇസ്ലാമിൽ അര നോമ്പ് ഇല്ലല്ലോ. ഇന്ന് 12 മണി വരെ ഒരു നോമ്പ്, നാളെ 12 വരെ. അപ്പം ഉമ്മ നമ്മളെ പറ്റിക്കും. എന്ത്? ഇപ്പോൾ ഒരു നോമ്പാ എൻ്റെ കുട്ടിക്ക്. അവരൊക്കെ 3, 4 നോമ്പാവുമ്പോൾ നമ്മൾ 1, 2 കയറിയിട്ടുണ്ടാവില്ല. അത് മതി. അൽഹംദുലില്ലാ. ആ ശിക്ഷണാണ്, തർബിയത്താണ് ഇന്ന് നമ്മുടെ ഈ ഒരു കൈമുതൽ. നമുക്ക് തുണിയെടുക്കാൻ പഠിപ്പിച്ചത് ആരാ? നമ്മുടെ ഉമ്മയും വാപ്പിയാണ്. തുണിയൊക്കെ അങ്ങനെ ചെറിയ തുണി എടുത്തിട്ട്, വലിയ തുണിയാണെങ്കിൽ അത് വെട്ടിയിട്ട് ചെറുതാക്കിയിട്ട് മാർസയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ മുണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു അരനച്ചരട്, ഒന്നും ഇപ്പോൾ ഇല്ല. ഒരു അരനച്ചരടൊന്നും ഇപ്പോൾ ഇല്ല.
ഇതെന്തോ വയ്ക്കും കുട്ടികൾക്ക് കെട്ടി കൊടുത്താൽ? അരണാച്ചരയുടെ ഒക്കെ ഒരു വർക്കത്താ, നല്ലതാണത്. ഊരക്കും തണ്ടലിനൊക്കെ നല്ലതാ ഒരു അരണാച്ചരട് കിട്ടുക. അപ്പോൾ ഒരു അരണാച്ചരടൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഒരു തുണിയൊക്കെ എടുത്ത് ഞെരിയാണിക്ക് മുകളിൽ തുണിയൊക്കെ എടുപ്പിച്ചു തന്നിട്ട് അത് തുണി എങ്ങനെ എടുക്കും? ആദ്യം വലതു ഭാഗത്തേക്ക്, പിന്നെ ഇടതു ഭാഗത്തേക്ക്. അത് ശീലമില്ലാത്തതുകൊണ്ട് പലരും നേരെ ഓപ്പോസിറ്റാണ് തുണി എടുക്കുക. അത് കറാഹത്താ. മയ്യത്ത് കഫൻ ചെയ്യലെങ്ങനെ? ആദ്യം ഇങ്ങോട്ട് ചുറ്റുക, പിന്നെ ഇങ്ങോട്ട്. നിങ്ങളെങ്ങനെ തുണിയെടുത്തുക്കണ്? ഞാൻ തുണിയെടുത്ത് കണ്ടില്ലേ? ഇങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് ചുറ്റുക. ആദ്യം വലതു ഭാഗത്തേക്ക് ചുറ്റുക, പിന്നെ ഇടതു ഭാഗത്തേക്ക്. അങ്ങനെ ചുറ്റാത്തവരൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ബെൽറ്റ് കെട്ടിയിട്ട് അങ്ങനെ ശീലിച്ചോളുണ്ടോ? നല്ലതാ. മയ്യത്ത് കഫൻ ചെയ്യൽ സുന്നത്ത് അങ്ങനെയാണ്. ജീവിതത്തിൽ എങ്ങനെയാണോ കഫൻ, അങ്ങനെ തന്നെ മരിച്ചാലുള്ള കഫൻ. ഇതൊക്കെ ഒരു കഫൻ തന്നെയാണല്ലോ. ഇതൊരു കഫൻ തുണി തന്നെയാണല്ലോ. നമ്മുടെ ഹയാത്തിൽ ഇങ്ങനെ ചുറ്റിക്കുകയാണ്. ഇനി മൗത്തായ ചുറ്റുന്ന ആ ഒരു കഫൻ, അതങ്ങനെ വേണ്ടത്. അപ്പോൾ തുണിയെടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. മുടി വെട്ടാനൊക്കെ മോൻ്റെ മുടിയൊക്കെ ഒന്നിങ്ങനെ കയ്യൊക്കെ പിന്നെ മുടിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ മുടി കയ്യൊന്നും അവിടെ പോവില്ല, അത്ര ടൈറ്റേക്കാരം മുടി. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല കടന്നൽ കൂടെ ഉണ്ടാവും, ആ ജാതി മുടിയൊക്കെ ഉണ്ടാവും. എന്നാലും വേണ്ടില്ല, മക്കളുടെ തലമുടി കയ്യൊക്കെ ഒന്നിങ്ങനെ മോനെ മുടിയൊക്കെ ഉഷാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ ഒന്ന് തൊട്ടുനോക്കി ആ സുന്നത്തായ വെട്ടലൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ 7 മുടി കഴിയുമ്പോൾ എൻ്റെ തല കണ്ടതാ, പിന്നെ എൻ്റെ തല ഞാൻ കണ്ടിട്ടില്ല, അപ്പൊക്കെ എൻ്റെ തലയൊന്ന് കാണാൻ പൂതിയുണ്ട്. തലയിലൊരു ഉമ്മക്ക് കൊടുത്തിട്ടേ ഒന്നും ഒട്ടടിക്കാൻ വേണ്ടി പറയാ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെത്തി ഇറക്കിയാൽ തലക്കൊരു ഈമം കിട്ടുമല്ലോ, നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പം മുടിയൊക്കെ ഒന്ന് വെട്ടാൻ നന്നായി പറഞ്ഞു കൊടുക്കുക. തുണി ഞെരിയാണിക്ക് മുകളിൽ ഉടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. നഖമൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക. കയ്യൊക്കെ മോനക്ക് കയ്യൊക്കെ കുടിച്ചിട്ട് എന്തപ്പടുട്ടി ഉമ്മാടുട്ടി നഖമൊന്നും വിട്ടിട്ടില്ലേ? അവരുടെ കാലും കൈയൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നല്ല ഒരു സുന്നത്താണ്, മാതൃകയാണ്. കുടുംബയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതൊക്കെ. കുടുംബം ഒന്നിച്ചിരിക്കുമ്പോൾ വാപ്പാനൊക്കെ കണ്ടിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. കൊല്ലങ്ങൾക്ക് ശേഷം വാപ്പ വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്തുണ്ട് ഒരു അണ്ണാച്ചി കിടക്കണമെന്ന് പറയും കുട്ടികൾ. അതെന്താ? വാപ്പാനെ കണ്ടു പരിചയല്ലേ, ആരോ ഒരാൾ വന്ന് കിടക്കുകയാണ്, വാപ്പയാണ്, ഓൻ്റെ വാപ്പയാണ്, ഈ ഉമ്മാൻ്റെ ഭർത്താവാണ്. പക്ഷെ കുട്ടിക്ക് അറിയണ്ടേ, അണ്ണാച്ചി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അതിങ്ങനെ കേട്ടിക്കാണ് ചെറുപ്പത്തിൽ. അപ്പോൾ ഈ വന്നത് അണ്ണാച്ചിയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വാപ്പിയും മക്കളും ഉമ്മയും കുട്ടികളും ഒക്കെ ഒന്ന് കൂടിയിരുന്നിട്ടൊരു മുഷാവറ, ഒരു ചിന്ത, ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അൽഹംദുലില്ലാ അതിൽ ഇത്യാദി ദീനിയായ വിഷയങ്ങളൊക്കെ ഉയർന്നു വരും. അതൊക്കെ വലിയ മുതൽക്കൂട്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൈറായത് എന്താണ്? ഉപ്പ എന്ന് യാ അബതി, പൊന്നുപിതാവേ. ഉപ്പ പൊന്നുപ്പ എന്ന് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ മറുപടി വാപ്പ കൊടുത്തത് ദീന് വേണം മോനെ. രണ്ടാമത് പറഞ്ഞു നല്ല സമ്പത്ത്, നീ എങ്ങനെ മുതലുണ്ടാക്കിയാലും നല്ല മുതലുണ്ടാക്കണം കേട്ടോ, ഹലാലായ സമ്പത്ത് ഉണ്ടാക്കണം കേട്ടോ. അതും കേട്ടു മകൻ. ഫൈദാ കാനത്ത് സലാസൻ, ഉപ്പ ഇനി ഒരു മനുഷ്യനുണ്ടാവേണ്ട മൂന്നാമത്തെ കാര്യം 6 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 6 കാര്യം വാപ്പയിൽ നിന്ന് മകനിങ്ങനെ ചോദിച്ചെടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തത് എന്താ? അപ്പോൾ വാപ്പ പറഞ്ഞു കൊടുത്തു. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദീനു വൽ മാലു വൽ ഹയാ. ദീനും ഉണ്ടാവണം, നല്ല സമ്പത്തും ഉണ്ടാവണം. മൂന്നാമത്തേത് നാണം വേണം കേട്ടോ മോനെ, ഹയാ വേണം, ലജ്ജ വേണം. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാണം മാനെന്നൊക്കെ പറയില്ലേ, അതൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഔസാഫുകളിൽ ഏറ്റവും നല്ല വിശേഷണങ്ങളിൽ ഒന്നാണ് നാണുണ്ടാവുക. ആണിനുണ്ടാവണം, പെണ്ണിനുണ്ടാവണം. നാണം നഷ്ടപ്പെട്ടു എന്നതാണ് ഈ സമാനിലെ ഏറ്റവും വലിയ ഗുരുത്തക്കേട്.
നാണല്ല എന്നുള്ളതാണ്. എവിടെയും ആടാം, എവിടെയും ചാടാം, എവിടെയും പാടാം, ഈ രൂപത്തിലാണെന്നുള്ളത് അല്ലേ. എന്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കണ പടകൾ പഠിച്ചോനെ, തെക്കൻ പട, വടക്കൻ പട, പടിഞ്ഞാറൻ പട, കിഴക്കൻ പട, അങ്ങനെ പടകൾ ഇങ്ങനെ വരില്ലേ, ചാടിയിട്ട് ഇങ്ങനെ. എന്തൊക്കെ ചാട്ടങ്ങളാ. അപ്പൊ ആർക്കും എവിടെയും ചാടാം, പാടാം, ആടാം, എന്തു ആവാം. ഹയാ നഷ്ടപ്പെട്ടു എന്നതാ ഒരു മനുഷ്യരിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ക്വാളിറ്റി, മൂന്നാമത്തെ ഹിസാൽ. ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തേത് ഹയാ ആണ്, ലജ്ജയാണ്. മകൻ നിർത്തിയില്ല, വാപ്പാനെ വിടുന്നില്ല. ഫഇൻ കാനത് അർബഅൻ. നാലാമത് എന്താണ് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഖൈറായ കാര്യം ഏതാണ് ഉപ്പ? അപ്പൊ വീണ്ടും വാപ്പയുടെ ഉപദേശം, സയ്യിദുന ലുഖ്മാനുൽ ഹകീം എന്നവരുടെ ഉപദേശം, അദ്ദീനു വൽ മാലു വൽ ഹയാഉ വഹുസ്നുൽ ഖുലുഖ്. സ്വഭാവം വേണം, സ്വഭാവം നന്നാക്കണം. നല്ല സ്വഭാവത്തിനുടമയാവണം മോനെ. ദീന് വേണം, നല്ല മാല് വേണം, നല്ല ഹയാ വേണം, ലജ്ജ വേണം. നാലാമത്തേത് നല്ല സ്വഭാവത്തിനുടമയാവണം. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ജീവിത രീതികൾ. ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി മുത്തുനബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. ദീന് പറഞ്ഞ എന്താ നബിയെ? ദീന് പറഞ്ഞ എന്താ നബി? ലുഖ്മാനുൽ ഹക്കീമിനോട് വാപ്പയോട് മകൻ ചോദിച്ച പോലെ തന്നെ, മദ്ദീനു യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ദീന് പറഞ്ഞ എന്താ? അപ്പൊ ഹബീബായ തങ്ങൾ ഒറ്റടിക്ക് മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്. ദീന് പറഞ്ഞ സൽസ്വഭാവമാണ്. ചിന്തിക്കാത്തൊരു മറുപടിയാണല്ലോ. അപ്പൊ ഹബീബായ തങ്ങളുടെ വലതുഭാഗത്തു കൂടെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. അപ്പോഴും ഇതേ മറുപടി. ഇടതുഭാഗത്തു കൂടെ വന്ന് ചോദിച്ചു, അപ്പോഴും ഇതേ മറുപടി. പിന്നു കൂടെ ഒന്ന് ചോദിച്ചു, മുന്നു കൂടെ ഒന്ന് ചോദിച്ചു. 4 ഭാഗം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിട്ട് ഈ സ്വഹാബി മുത്ത് ഹബീബിനോട് ചോദിച്ചു, മദ്ദീനു 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 യാ റസൂലല്ലാഹ്. അപ്പോഴൊക്കെയും ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. ദേഷ്യപ്പെടരുത്, ദേഷ്യം പിടിക്കാതെ നല്ല പെരുമാറ്റം, നല്ല രീതികൾ, നല്ല സ്വഭാവം, നല്ല സംസ്കാരം, ഇതാണ് ദീനെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മകൻ നിർത്തുന്നില്ല. മകൻ ചോദിച്ചു, ഫഇൻ കാനത്ത് ഖംസൻ. ഒരാളെടുത്ത് ദീനുണ്ട്, നല്ല മാലുണ്ട്, നല്ല ഹയാ ഉണ്ട്, നല്ല ഹുസ്നുൽ ഖുലുഖ് ഉണ്ട്, സൽസ്വഭാവമുണ്ട്. ഇനി എന്താണ് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതെന്ന് മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹക്കീമിനോട് മകൻ ചോദിക്കുക, ഫഇൻ കാനത്ത് ഖംസൻ. അഞ്ചാമത്തത് എന്താ ഉപ്പ? അപ്പൊ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ലുഖ്മാനുൽ ഹക്കീം എന്ന പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദീനു വൽ മാലു വൽ ഹയാ വഹുസ്നുൽ ഖുലുഖ് വസ്സഖാ. ദീന് വേണം, നല്ല മാല് വേണം, നല്ല ഹയാ വേണം, നല്ല സ്വഭാവം വേണം, അതോടൊപ്പം സഖിയാവണം. ഉള്ളതിൽ നിന്ന് നല്ല കൈനീട്ടം, കൈ അയച്ച് പാവപ്പെട്ടവനെ, സാധുവിനെ ചേർത്ത് പിടിക്കാനുള്ള കണ്ണുകൊണ്ട് മറ്റുള്ളവനെ കാണാൻ, ഖൽബ് കൊണ്ട് മറ്റുള്ളവനെ കേൾക്കാൻ, കൈകൊണ്ട് മറ്റുള്ളവനെ ചേർത്ത് പിടിക്കാൻ, കാലുകൊണ്ട് മറ്റുള്ളവനിലേക്ക് നടന്നെടുക്കാനുള്ള ഈ ഒരവസ്ഥ, ഇതാണ് സഖാ. ഓനക്ക് നമ്മൾ പറയില്ല, നാടൻ ഭാഷയെ പറയില്ലേ, ഓൻ ഒരു 10 ഉറുപ്യ ഉണ്ടായപ്പോ കുടുംബക്കാരൊന്നും കണ്ണാണൂലാന്ന്. ഇതാണ് കണ്ണുകൊണ്ടുള്ള സഹ. കണ്ണ് കാണണം. ഓരാരും മെയിൻ ചെയ്യൂല, ഞാൻ പറഞ്ഞൊന്നും ഓൻ കേൾക്കാറില്ല. കൽബ് കൊണ്ട് സഹിയാവണം, കൈകൊണ്ട് സഹിയാവണം. എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നല്ല ഒരു ബോധം, ഇതാണ് സഹിയാവ്. സഹിയാണെങ്കിലോ അവൻ അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, ജനങ്ങളുമായി ബന്ധമുള്ളവനാണ്, സ്വർഗവുമായി ബന്ധമുള്ളവനാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ.
ഇനി വാപ്പയോട് മകൻ ചോദിക്കാണ്, ഫഇൻ കാനത്ത് സിത്തൻ, അല്ല ഉപ്പാ, ഇനി ആറാമതൊരു കാര്യം ഇതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അങ്ങയിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് ലുഖ്മാനുൽ ഹക്കീമിനോട് ഉപ്പയോട് ചോദിക്കുമ്പോൾ ഫഇൻ കാനത്ത് സിത്തൻ, ഫഇൻ കാനത്ത് സിത്തൻ, ആറാമത്തെ ഒരു കാര്യം ഒരു മനുഷ്യൻ ഖൈറായിട്ട് കൂടെ കൊണ്ടു നടക്കേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ യാ ബുനയ്യ, ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ ബുനയ്യ, മോനെ എന്നല്ല വിളി, മകനെ എന്നല്ല വിളി, സ്നേഹത്തിന്റെ വിളിയാണ്. പൊന്നുമോനെ, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പൊന്നുമോനെ. ഈ ആറു കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഈ അഞ്ചു കാര്യം ഉണ്ടെങ്കിൽ ഫഹുവ തഖിയ്യുൻ നഖിയ്യുൻ. എന്തിനാ വേറെ? ദീനുണ്ട്, അവൻ്റെ അടുത്ത് നല്ല സമ്പത്തുണ്ട്, അവൻ നല്ല നാണമുള്ളവനാ, ലജ്ജയുള്ളവനാണ്, നല്ല സൽസ്വഭാവമുള്ളവനാണ്, നല്ല ധർമ്മിഷ്ഠനാണ്, ഉള്ളതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ സ്വഭാവം, അഞ്ചു സ്വഭാവം ഉണ്ടെങ്കിൽ ഇനി എന്തിനാ ആറാമത്തത് മോനെ? ഈ അഞ്ചു കാര്യങ്ങളും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ ഫഹുവ തഖിയ്യുൻ, അവനാണ് മുത്തഖി, നഖിയ്യുൻ, അവനാണ് വിശുദ്ധൻ, വലില്ലാഹി വലിയുൻ, അവനാണ് വലി, അവനാണ് ആത്മീയമായി പുരോഗമിച്ചവൻ, അവനാണ് ആത്മാവിനെ നന്നാക്കിയവൻ, അവനാണ് ഏറ്റവും നല്ല തഖിയ്യ്. വലില്ലാഹി വലിയുൻ വമിനശ്ശൈത്വാനി ബരീഉൻ. ഈ അഞ്ച് കാര്യം ഉണ്ടെങ്കിൽ അവൻ തഖിയ്യാണ്, മുത്തഖിയാണ്, അവൻ നഖിയാണ്, പരിശുദ്ധനാണ്. വലില്ലാഹി വലിയുൻ, അവൻ അള്ളാന്റെ വലിയാണ്, അവൻ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ആത്മീയമായി അടുത്തവനാണ്, ഖൽബ് കൊണ്ട് റബ്ബിലേക്ക് അടുത്തവനാണ്. വമിനശ്ശൈത്വാനി ബരീഉൻ, അവനെ പിന്നെ പിശാചിന്, ശൈത്താന് പണിയൊപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ ശൈത്താൻ അവനിലേക്ക് അടുക്കാൻ പോലും സാധിക്കില്ല എന്ന് സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യനിലുണ്ടാവേണ്ട ആത്മീയമായ ഔന്നത്യങ്ങളും ആത്മീയമായ പുരോഗതിയും ഒരു മനുഷ്യൻ കൈമുതലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷങ്ങളുമാണ്. അല്ലാഹ് അവൻ്റെ മനസ്സിലിങ്ങനെ ഈ ഒരു ചിന്ത കുടിയിരുത്തുക, പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് അവൻ്റെ ഖൽബിനെങ്ങനെ തിരിച്ചു വെക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു എന്ന് കേൾക്കുമ്പോഴേക്കിന് പിടയ്ക്കുന്ന, ചിന്തിക്കുന്ന, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ, ഓരോന്നോരോന്നിങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നല്ല ചിന്തയുണ്ടാവുക. അള്ളാഹു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് വലയം പ്രാപിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക. ഒരല്പനേരത്തെ ചിന്ത കൊണ്ട് തന്നെ, ഒരല്പനേരത്തെ ചിന്ത കൊണ്ട് തന്നെ 1000 കൊല്ലം ഇബാദത്ത് എടുക്കുന്നതിലും ഒരു മനുഷ്യന് നന്നാകാൻ പറ്റുമല്ലോ. തഫക്കുറു സാഅ, ഒരല്പനേരത്തെ, നിമിഷ നേരത്തെ ചില ഫിക്റുകൾ കൊണ്ട് ഖൈറും മിൻ ഇബാദത്തി അൽഫി സന, മഹാന്മാര് പഠിപ്പിക്കാം. 1000 കൊല്ലം സുജൂദ് ചെയ്താൽ കിട്ടാത്തത്, 1000 കൊല്ലം റുക്കൂ ചെയ്താൽ ലഭ്യമാവാത്തത്, 1000 കൊല്ലം നിസ്കരിച്ചാലും നോമ്പെടുത്താലും ലഭ്യമാവാത്ത അത്രയും ഫിക്ർ ഒരല്പനേരം. ചിലത് കേട്ടാ മതി, ചിലത് കണ്ടാ മതി, ചില ആളുകളുടെ കൂടെ കൂടിയാൽ മതി. അങ്ങനെയാണല്ലോ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ ചരിത്രം ഉണ്ടല്ലോ. ഫുളൈൽ ഇബ്നു ഇയാദ് താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. വലിയ കാട്ടുകള്ളനായിരുന്നു ഫുളൈൽ. കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കുട്ടികളെ പേടിപ്പിക്കാൻ ഫുളൈൽ വരും എന്ന് പറഞ്ഞാൽ ബഗ്ദാദുകാർക്ക് മുഴുവനും പേടിയാണ്. താരീഖ് ബഗ്ദാദ് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ്. ഫുളൈൽ കാട്ടുകള്ളനാണ്, കൊള്ളക്കാരനാണ്. എല്ലാവർക്കും പേടി. ഒരു ഭീകരമായ ജീവിതമാണ്, അവസ്ഥയാണ് ഫുളൈൽ ബിൻ ഇയാദ്. വെറുപ്പോടുകൂടെയായിരുന്നു അദ്ദേഹത്തെ പേര് കേൾക്കുന്നത്, സമീപിക്കുന്നത്, കാണുന്നത് പോലും പേടിയ ആ ഭീകര രൂപത്തെ. ആരായി ഫുളൈൽ?
ഏതെങ്കിലും ഒരു വീട് ലക്ഷ്യമാക്കിയിട്ട് കൊള്ള നടത്തണം എന്ന് കണ്ടാൽ അന്ന് രാത്രി അത് ചെയ്തിരിക്കും. തീർച്ചയാണ് ഫുളൈൽ, തീർച്ചയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ തന്നിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും. ആ മോഹം പൂവണിഞ്ഞിരിക്കും ഫുളൈലിന്. അത്രയും ഭീകരനാണ്. ഒരു വീട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്, ഒരു വീട്ടിലെ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് വീടിന്റെ മട്ടുപ്പാവിലേക്ക് ഫുളൈൽ കയറിപ്പോവാണ്. ഫുളൈൽ കയറിപ്പോയിട്ട് ആ വീടിന്റെ മേൽക്കൂര ഇങ്ങനെ ഇളക്കിയിട്ട് താഴേക്ക് ചാടാൻ വേണ്ടി നോക്കുക. വേറൊരു പഴുതുമില്ല. വീട്ടിലേക്ക് ചാടിയിട്ട് ആ വീട് കൊള്ളയടിക്കണം, അവിടുന്ന് ലഭ്യമാകുന്നതെല്ലാം സ്വായത്തമാക്കണം, നേടണം. ഈ ചിന്തയിൽ വീടിന്റെ മേൽക്കൂര ഇങ്ങനെ ഇളക്കാണ് ഫുളൈൽ. അപ്പോഴാണ് നട്ടപ്പാതിരാക്ക് ഒരു ചിമ്മിനി വിളക്കും കത്തിച്ച് അരണ്ട വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു പെണ്ണാണ് ആ വീടിന്റെ ഉള്ളിലുള്ളത്. ഒരു പെണ്ണ. ആ പെണ്ണ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ആ പെണ്ണിന്റെ ഓത്തെത്തിയത് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആത്മീയമായിട്ട് നന്നാവാൻ, ജാടകളും മുടയാടകളും എല്ലാം ഒഴിവാക്കാൻ, ഈ തമ്മാടിത്തരമൊക്കെ ഒഴിവാക്കാൻ, ഈ കളവൊക്കെ നിർത്താൻ, ഈ വീടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് താഴേക്ക് ചാടാൻ നോക്കുന്ന ഈ നോട്ടുണ്ടല്ലോ, ഇതൊന്നും നല്ലതല്ല. നന്നാവാൻ സമയായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ചോനെ ഓർത്തിട്ട് ഒരു ആത്മീയമായ ഭാവത്തിൽ കൽബ് നന്നാക്കാൻ, ഈമാനിന്റെ മധുരം കൽബിൽ പുരട്ടി വെക്കാൻ സമയായിട്ടില്ലേ? ഇപ്പോഴും ഇങ്ങനെ കക്കാൻ നടക്കുകയാണോ? നേർക്ക് നേരെ ചോദിക്കും പോലെ ഖുർആന്റെ അധ്യാപന ആയത്തോതുക. ഫുളൈൽ മനസ്സിലാക്കി, ഇത് എന്നോടന്നെയാണല്ലോ, ആയത്താ ഓതുന്നത്. കണ്ട, ഫുളൈലിന് നന്നാവാൻ ആ വീടിന്റെ മട്ടുപ്പാവിലേക്ക് അല്ലാഹു കയറ്റി, ഓട് പൊളിച്ചു. താഴേക്ക് നോക്കിയപ്പോ ഒരു പെണ്ണിന്റെ ഖുർആനോത്തിന്റെ ആ മാസ്മരികമായ ലയത്തിൽ ഖൽബിൽ പതിഞ്ഞു. അലം യഅ്നി. ഇനിയും കക്കാൻ നടക്കുക, നന്നാവണില്ലേ? ഇനിയും കക്കാൻ നടക്കുകയാണോ, നന്നാവണില്ലേ? എന്തുണ്ടായി? എവിടുന്നൊക്കെ കോണി ഏറ്റി കൊടുത്തിട്ടാവും വീടിന്റെ മുകൾക്ക് കയറിയുണ്ടാവുക. ചാടി ഇറങ്ങി വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന്, വീടിന്റെ മുകളിൽ നിന്ന്, മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് ഫുളൈൽ വിളിച്ചു പറയാണ്. അള്ളാഹുവിന്റെ ചോദ്യം, നന്നാവാൻ സമയായില്ലേ? ഹാദൽ ഹീൻ വഹാദൽ അവാൻ. ഇതാണ് നന്നാവാൻ പറ്റിയ സമയം. കുളിച്ചൊരുങ്ങിയിട്ട് ഫുളൈൽ നേരെ പോകുന്നത് ബഗ്ദാദിന്റെ പള്ളിയുടെ അകത്തളത്തിലേക്കാണ്. കാട്ടുകള്ളൻ ഫുളൈൽ പള്ളിയിലേക്ക് ആളുകൾ ഇങ്ങനെ സുബ്ഹിയുടെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ പള്ളിക്കും കക്കാൻ വന്നോവൻ. കണ്ട, നാട്ടിലെ കളവൊക്കെ നിർത്തിയിട്ട് സകല പെണ്ണുങ്ങളെയും മാനം കളഞ്ഞിട്ട് എല്ലായിടത്തെയും കാശും ആഭരണവും എല്ലാം കട്ടിഞ്ഞ് പള്ളിക്കത്തെ ആമ്പിൾ ഫെയറും കക്കാൻ വന്നിക്കുകയാണോ? അന്ന് ആമ്പിൾ ഫെയർ ഉണ്ടായിക്കൊള്ളുന്നില്ല, മൈക്കി ലൈറ്റൊന്നും ഉണ്ടാവൂല. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ചേർത്ത് പറയാ, പള്ളിയിലെ ഉസ്താദിന്റെ റൂം കക്കാൻ വന്നിക്കുക അല്ലേ? പള്ളിയിലെ ഉസ്താദിന്റെ റൂമിൽ നിന്ന് കാശ് പോകുമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് കൈപ്പുറത്തെ ഉസ്താദിൻ്റെ ശമ്പളം കൊടുത്ത സെക്രട്ടറി ശമ്പളം കൊടുത്ത് ആ സാധുവോടെ മേടിച്ചു വെച്ച് റൂം പൂട്ടിയിട്ടില്ല. എങ്ങോട്ടോ ഒന്ന് പുറത്ത് ഹൗദങ്കരെ പഴയ പള്ളിയല്ലേ, അപ്പം അത് പൊളിച്ച് അൽഹംദുലില്ലാ അത് വാർപ്പൊക്കെ ഒരു 2-3 നിലയൊക്കെ വാർത്തിട്ട് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പഴയ പള്ളിയാണ്. അപ്പോൾ ഉസ്താദ് പുറത്തേക്ക് പോയ സമയത്ത് തടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം. 2-3 ആൾ കൂടിയിട്ട് ആ ശമ്പളം കൊടുത്തു. ഉസ്താദിന് പിന്നെ കാശ് കൊണ്ടേ.
ഉസ്താദിന് പിന്നെ കാശ് വേണ്ടേ, ശമ്പളം വേണ്ടേ? ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാശ് വേണ്ടേ കുട്ടികളെ നോക്കാൻ? കൊടുത്തു. അപ്പം അതിങ്ങനെ ഓർത്ത് ഞാൻ പറഞ്ഞതാ. അപ്പോൾ പള്ളിയിലേക്ക് കള്ളൻ, പെരും കള്ളൻ, കാട്ടുകള്ളൻ പള്ളിയിൽ വന്നിരിക്കുന്നുണ്ടപ്പോൾ അതിശയത്തോടു കൂടെ ആളുകളൊക്കെ അടക്കം പറയാൻ തുടങ്ങി. അപ്പോൾ കട്ട് പള്ളിക്കും വന്നോ? എന്നാൽ ഫുളൈൽ വന്നത്, ഫുളൈൽ ഇബ്നു ഇയാദ് പള്ളിയിലെത്തിയത് ആ വരവ് തൗബയുടെ, ഈമാനിൻ്റെ ആത്മീയത കൽബിൽ നിറച്ചിട്ട് ഇനി ഞാൻ കക്കൂല്ല റബ്ബേ, ഇനി ഞാൻ ഭവനഭേദനങ്ങൾക്ക്, കളവുകൾക്ക്, കൊലകൾക്ക്, തമ്മാടിത്തരങ്ങൾക്ക് എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കില്ല റബ്ബേ എന്ന ആത്മീയമായ ഭാവത്തോടുകൂടെ കൽബിൽ ഹലാവ് നിറച്ച്, മധുരം നിറച്ച്, ആ വലിയ സന്തോഷത്തോടുകൂടെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഫുളൈൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. ഫുളൈൽ ഇബ്നു ഇയാദ് തൗബ ചെയ്തു. നന്നായി. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പേര് കേൾക്കുമ്പോഴേക്കിന് പേടിയോടുകൂടെ, അറുപ്പോടെ, വെറുപ്പോടുകൂടെ കണ്ടിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ഇന്ന് താരീഖ് രേഖപ്പെടുത്തുന്നത് അശ്ശൈഖ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. കണ്ടോ, കാർക്കിച്ചു തുപ്പിയിരുന്നു ഫുളൈൽ. ഫുളൈലോ? ആ പേരിന്റെ താഴെ മുൻഭാഗത്തെ ശൈഖ് എന്നും പിറകിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നും ചേർത്ത് വെച്ചത് ആത്മീയമായ ഒരാനന്ദം കൽബിലേക്ക് കയറിക്കൂടിയപ്പോൾ അല്ലാഹ് ഈ ഒരു ചിന്ത കൽബിലേക്ക് കയറിക്കൂടിയപ്പോ പിന്നെ ഫുളൈൽ ആരായി? ശൈഖായി. ഫുളൈലിന്റെ പേര് കേൾക്കുമ്പോ പ്രാർത്ഥനയായി റഹ്മത്തുള്ളാഹി അലൈഹി. നല്ലവർക്ക് ദുആർക്കൂലേ? അലൈഹിസ്സലാം, റളിയല്ലാഹു അൻഹു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെയൊക്കെ ദുആർക്കൂലേ? അതൊരു ദുആയാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മൾ ദുആർക്കും വലിയ ആളുകളുടെ പേര് കേൾക്കുമ്പോൾ. നവ്വറല്ലാഹു മർഖദഹു എന്ന് പറയും, റഹിമഹുല്ലാ എന്ന് പറയും, റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും, അലൈഹിസ്സലാം എന്ന് പറയും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഇതുപോലെ അശ്ശൈഖ് ഫുളൈൽ ഇബ്നു ഇയാദിനെ ഇന്ന് താരീഖ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം മുഹദ്ദിസാണ്, അദ്ദേഹം വലിയ സാഹിദാണ്, വലിയ സൂഫിയാണ്. താബിഈങ്ങളുടെ നേതാവായിട്ട് താരീഖ് ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഈ ഫുളൈലിന്റെ പഴയകാലത്തെ ചരിത്രം, പഴയകാല ജീവിതം എന്തേ മാറ്റിമറിക്കാൻ ഒരല്പനേരത്തെ ഒരു ചിന്ത കൽബിലേക്ക് അങ്ങനെ ഒന്നങ്ങ് കത്തിപ്പടർന്ന് ഒരു ചെറിയൊരു സ്പാർക്ക് ഒന്നങ്ങോട്ട് കത്തിച്ചു വിട്ടപ്പോഴേക്കിന് ഒന്ന് ചെറിയൊരു മിന്നായ എന്തേ അല്ലാഹ്, ഇത്ര മതി മനുഷ്യൻ നന്നാവാൻ, ഇത്ര മതി. ഒരു വയല് കിട്ടാൽ മതി, ചില ആളുകളുടെ ചില സാന്നിധ്യം ഉണ്ടായാൽ മതി, ചിലരൊന്ന് കൈ പിടിച്ചാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, ചിലത് കണ്ടാൽ മതി. ഒരാൾ എന്നോട് പറയണ്ടായി, നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ ഒരാളാ, ദീനി രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ ഒരാളാണ്, പട്ടാമ്പിക്ക് അടുത്തുള്ള ഒരാളാണ്. അദ്ദേഹം സജീവമായിട്ട് നമ്മുടെ സമസ്തയുടെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഓടിച്ചാടി നടന്നപ്പോഴുണ്ട്. മദ്രസ മാനേജ്മെൻറ്റിലൊക്കെ ഉണ്ട്. മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ എല്ലാ മേഖലയിലും സ്വന്തം വണ്ടി എടുത്ത് അങ്ങനെ ഓടും ഒരാൾ. അപ്പം അദ്ദേഹം അനുഭവം പങ്കുവെച്ചത് ഒരു മയ്യത്ത് കാണാൻ വേണ്ടി പോയതാ. ഒരു നാടൻ്റെ മയ്യത്ത്. ആരാ നാടൻ? നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം സമദ് മാസ്റ്റർ, നല്ലൊരു മനുഷ്യനെയാണ്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവിടേക്ക് നമ്മളെ മദ്രസയിലൊക്കെ കുട്ടികൾക്ക് മാർക്കിടാൻ വരും, റേഞ്ചിൻ്റെ മത്സരങ്ങൾ ഇല്ലേ? സമദ് മാഷ് അറിയില്ലേ? സമദ് മാഷ്, KPA സമദ് മാസ്റ്റർ. സാധു പറഞ്ഞാൽ അത്ര ഒരു സാധു, പരമസാധു മാഷാണ്. സ്കൂൾ അധ്യാപകനാണ്, ചെമ്പ്ര സ്കൂളിൽ അധ്യാപകനാണ്. നമ്മളുടെ അടുത്ത നാടാകുമ്പോൾ നമുക്കതൊക്കെ പറയാലോ, എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുമ്പോഴല്ലല്ലോ, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ. പൈലിപ്പർ ചെമ്പ്ര സ്കൂളിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം വഫാത്തായി. സമസ്തയുടെ മുന്നിൽ എപ്പോഴും SBV മുതൽ സമസ്തയുടെ അങ്ങേ തല വരെ ഏതു സ്വാഗതസംഘത്തിലും മാഷുണ്ടാവും. ഒരു കടലാസും പേന എടുത്തിട്ടൊക്കെ കർമ്മ പദ്ധതി ഉണ്ടാക്കലും അവതരിപ്പിക്കലും എല്ലാം വായിക്കലും ഒക്കെ മൂപ്പരാ.
വലിയ സ്വാത്വികനായ ഒരു മുഖലിസായ ഒരു മനുഷ്യന്, നാടൻ ഒരു പച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് ജനാസ കുളിപ്പിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു 10-25 തവണ മയ്യത്ത് നിസ്കാരം നടന്നു. ഒരു നാടൻ മനുഷ്യന് വരുന്ന ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ, മയ്യത്ത് നിസ്കരിക്കും. ഒരു 25 പ്രാവശ്യമായിട്ട് മയ്യത്ത് നിസ്കാരം നടന്നു. ഒരു നാടൻ്റെ മയ്യത്ത് നിസ്കാരമൊക്കെ അങ്ങനെ നടക്കണമെങ്കിൽ അപൂർവല്ലേ ഉണ്ടാവുള്ളൂ. വല്ല സാദാത്യങ്ങളോ ആലിമീങ്ങളൊക്കെ വലിയ ആളുകളൊക്കെ മരിച്ചാൽ തിരക്കൊഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നേരത്തെ കുളിപ്പിച്ച് വല്ല ഗ്രൗണ്ടിലോ വല്ല ഹാളിൽ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളെ തങ്ങന്മാരെ ഉസ്താദന്മാരൊക്കെ നമ്മൾ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ അണമുറിയാതെ ആളുകൾ ഇങ്ങനെ പ്രവാഹമായിട്ട് വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയതാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊരു നാടിന് വേണ്ടിയിട്ട് ഇത്രയും തോനെ മയ്യത്ത് നിസ്കാരം കണ്ടപ്പോൾ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഉത്തരെ ഇനി ഞാനും ഇത്യാദി നല്ല കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിന്ന് എനിക്കും ഇങ്ങനെ മയ്യത്ത് നിസ്കാരം കിട്ടുമല്ലോ. കണ്ട, മനുഷ്യൻ്റെ കൽബിലേക്ക് കയറിക്കൂടുന്ന ഒരു വഴിയാണത്. അള്ള കയറിക്കൂടാൻ പറ്റിയൊരു വഴിയാണത്. അല്ലാഹ് ഈ ഒരു ഫിക്ർ കൽബിൽ ചെന്നങ്ങോട്ട് തറക്കാൻ, ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ അൽഹംദുലില്ലാഹ് അത് മതി. അപ്പൊ ചില ആളുകളുമായിട്ടുള്ള സഹവാസം, സാന്നിധ്യം, ചില മജ്ലിസുകളിലെ പിന്നെ സാന്നിധ്യം, പള്ളിയിലേക്ക് വരിക, പോവുക, ചില ആളുകളെ കാണുക, ജമാഅത്ത് പങ്കെടുക്കുക, ചില ആളുകളുമായിട്ടുള്ള യാത്ര, കൂട്ടുകെട്ട്, ഇങ്ങനെയൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഒരല്പനേരത്തെ ചിന്ത കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് സാധ്യമാകും ഇതൊക്കെ. ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ, അങ്ങനെ ഔന്നത്യങ്ങളിലെത്താൻ, പരമാവധി ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, പരമാവധി ഒരു മനുഷ്യൻ മുത്തഖിയാവാൻ, തഖവയുള്ളവനാവാൻ, ആത്മീയമായ ഭാവം കൈവരാൻ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു എന്ന ആ ഒരു ബോധം അവിടേക്കെത്തുക. മനഃപൂർവ്വം കരുതിക്കൂട്ടിയിട്ട് തെറ്റു ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ബോധം മനുഷ്യനുണ്ടാവുക. ഇതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ അവൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്തായിരിക്കണം? അത്യബു മാ ഫിദ് ദുനിയാ മഹബ്ബത്തുല്ലാഹ്. ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തീബ്, ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം, ആഹ്ലാദം മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുമായുള്ള സ്നേഹമായിരിക്കണം. വഹ്സനു മാ ഫിൽ ജന്നതി റുഅയത്തുല്ലാഹ്. ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗമായിരിക്കണം, അല്ലാഹനെ കാണലായിരിക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം. വഅൻഫഉൽ കിതാബി കിതാബുല്ലാഹ് വഅബറുൽ ഖൽഖി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലത് അല്ലാഹന്റെ കിതാബ്, അള്ളാന്റെ മഹബ്ബത്ത്, അള്ളാന്റെ റുഅയത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുക. വഅബറുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഏറ്റവും നല്ല മനുഷ്യൻ ഖൽഖിൽ, സൃഷ്ടികളിൽ ഏറ്റവും നല്ല അബർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ബോധത്തിലേക്ക് മനുഷ്യൻ വരണം. ഖുർആൻ കേൾക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക. عيش مع القرآن حفظا وتلاوة وسماعا وتدبرا فإنه أعظم العلاج. ഖുർആൻ കേൾക്കുക, പഠിക്കുക, അത് നോക്കുക, വായിക്കുക, ചിന്തിക്കുക. ഏറ്റവും നല്ല മരുന്ന് എന്തിന്? ലിത്തർദിൽ ഹുസ്നി വൽ ഹം. ഹമ്മും ഹുസ്നൊക്കെ പോയി ഖൽബിലേക്ക് നല്ല ഹലാവ കൊണ്ടുവരാൻ ഖുർആൻ, ദിക്റുകൾ തന്നെ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ഖൽബിൽ നിറച്ചു കൊടുക്കുന്ന മധുരം, ആനന്ദം എന്തായിരുന്നു? അദ്കാറുകൾ പറഞ്ഞു കൊടുക്കുക, ഖുർആൻ ഓതാൻ വേണ്ടി പറയാ, ദിക്ർ ചൊല്ലിപ്പിക്കുക, ഇബാദത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുക. ഇതന്നെയായിരുന്നു മഹാനായ സയ്യിദുനാ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. വലിയ സ്വഹാബിയ, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു. നോമ്പിൻ്റെ ഒരു ഹദീസ് തന്നെ ഉണ്ട് അബൂ ഉമാമയുടെ. ഹബീബായ തങ്ങളോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, മുത്തുനബിയെ രക്ഷപ്പെടാനുള്ള വഴി എന്താ നബിയെ?
സ്വർഗം കിട്ടാനുള്ള വഴി എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ ഒരു ദിവസം വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഉദ്ഉല്ലാഹ ലി ബിശ്ശഹാദ, എനിക്ക് രക്തസാക്ഷിയാവണം നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കോ, ഷഹീദാവണം, ദ്വാരക്കോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമയോട് പറഞ്ഞു, ഷഹീദാവാനൊന്നും പോണ്ട, ഷഹീദാവാനൊന്നും പോണ്ട, അലൈക ബിസ്സൗം, ഈ നോമ്പെടുത്തോ, നോമ്പെടുത്താൽ മതി. വീണ്ടും വന്ന് ഉദ്ഉല്ലാഹ ലി ബിശ്ശഹാദ, നബിയെ എനിക്ക് ഷഹാദത്ത് കൊണ്ട് അങ്ങ് ദുആ ചെയ്യണം, ഷഹീദാവണം നബിയെ. അപ്പോഴും ഹബീബായ തങ്ങളുടെ മറുപടി അലൈക ബിസ്സൗം, നോമ്പെടുത്തോ, നോമ്പെടുത്തോ. ഹദീസിൽ കാണാൻ പറ്റും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കുടുംബവും പിന്നെ നോമ്പന്നെ നോമ്പന്നെ നോമ്പന്നെ. അബൂ ഉമാമയുടെ വീട്ടിൽ നിന്ന് അടുപ്പിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാ മനസ്സിലാക്ക അന്ന് അബൂ ഉമാമന്റെ വീട്ടിൽ വിരുന്നേരുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ മാത്രമേ നോമ്പൊഴിവാക്കൂ, ബാക്കി ഒരിക്കലും ഒരു ദിവസവും നോമ്പൊഴിവാക്കൂല. അങ്ങനത്തെ സയ്യിദുന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. ഫർളും സുന്നത്തും ഫർളും അങ്ങനെ എടുക്കന്നെ. ആ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ തങ്ങളുടെ അടുത്ത് വന്നിട്ട് വിഷമം പറയാണ്. കേൾക്കണം, നന്നായി മനസ്സിലാക്കണം. ദുആ, ഖുർആൻ, ദിക്റുകൾ, അതുകൊണ്ടൊക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, സന്തോഷം, അതുകൊണ്ടുണ്ടാകുന്ന രക്ഷ, മരുന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നോർക്ക ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, പ്രസിദ്ധനായ പ്രമുഖനായ സ്വഹാബിയ. ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അൻ അബീ ഉമാമ എന്ന് പറഞ്ഞു. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മുത്ത് ഹബീബിന്റെ അടുത്ത് വന്ന് പറയുന്നത്, പറയുന്നത്, നബിയെ ജീവിതം മടുത്തു, ഇനി ജീവിക്കണില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്, നരകയാതനയാണ്, നരകതുല്യമായ ജീവിതമാണ്. ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, അല്ല എന്തേ പ്രശ്നം? ഇത്ര പ്രയാസപ്പെടാൻ, മാനസികമായ സംഘർഷം അനുഭവിക്കാൻ എന്തേ പ്രശ്നം, എന്താ കാരണം? അബൂ ഉമാമയുടെ മറുപടി, കടാണ് പ്രശ്നം. കടത്തിൽ മുങ്ങിയിട്ട്, കടം പെരുകിയിട്ട് എന്ത് തുടങ്ങിയാലും എല്ലാ കച്ചവടവും, നല്ല ആട് കച്ചവടക്കാരനാ മദീനയുടെ മാർക്കറ്റിൽ അബൂ ഉമാമ, നല്ല ആട് ബിസിനസ്സുകാരനാ. പക്ഷെ അബൂ ഉമാമ പറയാണ്, എന്ത് തുടങ്ങിയാലും, എന്ത് കച്ചവടമാണെങ്കിലും നഷ്ടാണ്. അങ്ങനെ കടം പെരുകിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, കടക്കെണിയിൽ അകപ്പെട്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു. വായിക്കാറില്ലേ? കടം കൊണ്ട് കുടുംബം ഒന്നിച്ച്, ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വിഷം കൊടുക്കുക, കീടനാശിനി കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു വല്ലതും കൊടുക്കുക, എന്നിട്ട് കുടുംബനാഥനും കൂടെ ആത്മഹത്യ ചെയ്തു. നമ്മൾ എത്ര വായിക്കാറുണ്ട്, എത്ര ന്യൂസ് നമ്മൾ കാണാറും കേൾക്കാറുണ്ട്. കടക്കണിയിൽ അകപ്പെട്ടു അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പരിഹാരം ചോദിക്കുന്നതിന് മുമ്പ് അബൂ ഉമാമ തന്റെ വിഷമം പറഞ്ഞിട്ട്, ഇനി മടുത്തു നബിയെ, ജീവിക്കാൻ തോന്നുന്നില്ല, ഇനി ജീവിക്കാൻ തോന്നുന്നില്ല, അത്രയും പ്രയാസാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും വലിയ തബീബാണല്ലോ, ഏറ്റവും നല്ല ഡോക്ടറാണല്ലോ,
മാനസികമായിട്ട് ചികിത്സ നടത്തുന്ന വലിയ വിദഗ്ധനാണല്ലോ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമയെ ചേർത്ത് പിടിച്ചു, ആശ്വാസം കൊടുത്തു, സമാധാനിപ്പിച്ചു. അബൂ ഉമാമയുടെ ഹിസ്റ്ററി, കച്ചവടവും കടങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമയ്ക്ക് ഒരു മരുന്ന് എഴുതി കൊടുക്കുക. എന്താ മരുന്ന്? അബൂ ഉമാമയുടെ ഭാര്യമാരോടും മക്കളോടും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു മരുന്ന്. ഒന്നിലധികം ഭാര്യമാരുണ്ട്, 10-ൽ കൂടുതൽ മക്കളുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ പോയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഒരു മരുന്ന്, ഒരു ദിക്റായിരുന്നു. ഏതാ ദിക്ർ? ദുആയായിട്ട് നമ്മുടെ ഉസ്താദുമാര്, ഇമാമുമാര് നമ്മുടെ ദുആകളിലൊക്കെയും ഉൾപ്പെടുത്താറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ആ ദുആ പഠിച്ചോളൂ. കാണാതെ അറിയില്ലെങ്കിൽ ഉസ്താദുമാരോട് എഴുതി മേടിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് തുടങ്ങുന്ന ദുആ. വലിയ ഉസ്താദുമാര്, മഹാന്മാരൊക്കെ കടം പെരുകുമ്പോ, കച്ചവടക്കാർക്ക് ബിസിനസ് ഇല്ലാതാകുമ്പോ, അതുപോലെ ഗൾഫ് പോയിട്ട് മക്കൾക്ക് പണിയില്ല, ഭർത്താവിന് ജോലിയില്ല, കുടുംബത്തിലാകെ കടാണ് ഉസ്താദെ, വിഷമാണെന്നൊക്കെ പറയുമ്പോ വലിയ ഉസ്താദുമാരൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇജാസത്തായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ദുആ പതിവാക്കാൻ വേണ്ടി പറയും. കടം വീടാനുള്ള ദുആ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മമാര് ചൊല്ലുന്ന പുസ്തകത്തിലൊക്കെ കാണാൻ പറ്റും. അത് ഈ ഹദീസാണ്, ഈ ദുആണ്, ഈ ദിക്റാണ്. ദുആ പറഞ്ഞു കൊടുത്തു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന അബൂ ഉമാമയ്ക്ക് ഈ ദിക്ർ പറഞ്ഞു കൊടുത്തു. അബൂ ഉമാമയോടും ഭാര്യമാരോടും മക്കളോടും ഒക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടുകൂടെ അബൂ ഉമാമ തിരിച്ചുപോയി. ഒരു മരുന്ന് കിട്ടിയല്ലോ, ആശ്വാസമായല്ലോ. അതാണ് ഒരു വിഷമം പറഞ്ഞു വരുന്നവനെ, പ്രയാസം പറഞ്ഞു വരുന്നവനെ തള്ളി മാറ്റാതെ, അവനെ അവഗണിക്കാതെ, അവനെ ഗൗനിക്കാതെ, അവന്റെ നേർക്ക് കണ്ണുമിഴിക്കാതെ അവനെ ചേർത്ത് പിടിച്ച് ആശ്വാസം കൊടുത്ത് നല്ല സമാധാനിപ്പിച്ച് ഒന്ന് തലോടിയിട്ട് സാരല്ലേടാ എന്നെങ്കിലും പറയാൻ, അതൊരു ഹെൽപ്പാണ്, അതൊരു മരുന്നാണ്. സാരില്ല, അതൊക്കെ ഓടിക്കോളും. ആ ഒരു വാക്കിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അല്ലാതെ നമ്മളടുത്ത് വന്ന് ഒരു സങ്കടം പറയുമ്പോൾ നമ്മൾ ആ സങ്കടം തീർത്തു കൊടുത്ത് 1,00,000-ന്റെ കെട്ടെടുത്തു കൊടുക്കും എന്ന ഉദ്ദേശത്തിലൊന്നല്ല വരിക. ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ചു വരികയായിരിക്കും. അപ്പൊ നമ്മൾ അവനെ ആട്ടാതെ, അവഗണിക്കാതെ, ഗൗനിക്കാതെ, ശ്രദ്ധിക്കാതെ നമ്മൾ മൊബൈലിലും കളിച്ചിട്ട് നമ്മളുടെ ഹാലില് അല്ല, എന്തേ സാരില്ല, അതൊക്കെ അള്ളാഹു സലാമത്താക്കും. നമുക്കൊക്കെ നമ്മൾ ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തണ്ട്. അള്ളാഹു സലാമത്താക്കും, സാരല്ല. ഒരു ആശ്വാസത്തിന്റെ ഒരു തെളിനീർ ഖൽബിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുത്താൽ വലിയൊരു സമാധാനമാവുമല്ലോ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്തത് അതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ അങ്ങനെ അത് ചൊല്ലാൻ തുടങ്ങി, ദായിമായിട്ട് ചൊല്ലാൻ തുടങ്ങി. ഭാര്യയും മക്കളും ഒക്കെ ചൊല്ലാൻ തുടങ്ങി. ദിവസങ്ങളായിട്ട് വീട് വിട്ടുപോയ അബൂ ഉമാമ പള്ളികളിലും മലഞ്ചെരുവുകളിലും അഭയം തേടിയിട്ട് വീട്ടിൽ നിന്ന് ഭാര്യമാരെ കാണാതെ, മക്കളെ കാണാതെ ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട് നാടും വീടും വിട്ടുപോയ അബൂ ഉമാമ ചൊല്ലാണ് വീട്ടിലേക്ക്. സന്തോഷത്തോടുകൂടെ കയറി ചൊല്ല. അപ്പോ തന്നെ ഭാര്യമാരും മക്കളൊക്കെ ആനന്ദത്തോടുകൂടെ, ഉപ്പ വരുന്നേ, ഭർത്താവ് വരുന്നേ, സന്തോഷത്തോടുകൂടെ കണ്ണുനീരൊഴുക്കിയിട്ട് അബൂ ഉമാമ എന്ന കുടുംബനാഥനെ സ്വീകരിച്ച് ആരംഭ റസൂലുള്ളാഹിയുടെ ഈ മരുന്ന് പറഞ്ഞു കൊടുത്തു. അബൂ ഉമാമ, ഞാൻ ഇങ്ങനെയൊക്കെ പോയതായിരുന്നു, വിഷമായിരുന്നു. മുത്തറസൂലിന്റെ അടുത്ത് പോയി വിവരങ്ങൾ പറഞ്ഞു, മരുന്ന് കിട്ടി. ഭാര്യമാരോടും മക്കളോടൊക്കെ ചെല്ലാൻ വേണ്ടി ഉപദേശം, നിർദ്ദേശം എല്ലാവരും ചെല്ലാൻ വേണ്ടി തുടങ്ങി. സന്തോഷായി, ആനന്ദായി, ടെൻഷൻ മാറി. മെല്ലെ മെല്ലെ അബൂ ഉമാമയുടെ കടക്കാരെ അവഗണിക്കാതെ, കടക്കാർ ഒന്ന് ശല്യം ചെയ്യുമല്ലോ, മദീനയിലെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലാണ്, മുത്ത് ഹബീബിന്റെ മദീനയിലാണ്. മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം ചെയ്യാൻ തുടങ്ങി. ബർക്കത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി.
അർക്കത്ത് വരാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്യാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണോ, എൻ്റെ ജീവിതം ഞാൻ കളയാണ്, ഒടുക്കാണ് എന്ന് പറഞ്ഞു വന്ന അബൂ ഉമാമ ആരംഭ റസൂലുള്ളാഹിയെ തേടി വന്നു. മുത്ത് ഹബീബിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്, മാലിഷ് ഹബീബായ തങ്ങളെ, അഫ്വൻ അഫ്വൻ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ലാത്തതാണ് ഈ അബൂ ഉമാമ പറഞ്ഞു പോയത്. ചിന്തിക്കാൻ പാടില്ലാത്തതാ അബൂ ഉമാമ ചിന്തിച്ചു പോയത്. നബിയേ യാ റസൂലല്ലാഹ്, അഫ്വു ചെയ്യണേ നബിയേ, മാലിശാക്കണം നബിയേ, എന്നോട് പൊരുത്തപ്പെടണേ ഹബീബേ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി, സാരമില്ലടാ, സാരമില്ല അബൂ ഉമാമ. അബൂ ഉമാമയെ ചേർത്ത് പിടിച്ചിട്ട് അബൂ ഉമാമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി അബീ ഉമാമ. അബൂ ഉമാമയ്ക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങളങ്ങനെ വീടാൻ തുടങ്ങി. അബൂ ഉമാമയുടെ കച്ചവടം പച്ച പിടിക്കാൻ തുടങ്ങി. മാർക്കറ്റിൽ വലിയ കച്ചവടക്കാരനായിരുന്ന അബൂ ഉമാമ തന്റെ കച്ചവടം തിരിച്ചു പിടിച്ചു. മാർക്കറ്റിൽ വലിയ സ്വീകാര്യതയുള്ളവനായി. കടക്കാരെ മുഴുവനും കടം കൊടുത്തൊഴിവാക്കി. എന്തേ കാരണം? ദിക്റിൽ ആനന്ദം കണ്ടു, ദുആയിൽ ആനന്ദം കണ്ടെത്തി. ആത്മീയതയുടെ വഴി അന്വേഷിച്ചിട്ട് അവിടെയാണ് ഹലാവ എന്ന മധുരമെന്ന്, അവിടെയാണ് ആനന്ദമെന്ന്, ആശ്വാസമെന്ന് അബൂ ഉമാമയ്ക്ക് തിരിച്ചറിവുണ്ടായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദിക്റുകളിലും ദുആകളിലും ഇബാദത്തുകളിലും ഖുർആനുകളിലും ഇതിലായിരിക്കണം മനുഷ്യന് ആനന്ദമുണ്ടാവേണ്ടത്. പള്ളിയുമായി ബന്ധപ്പെടുക, ഖുർആനുമായി ബന്ധപ്പെടുക. അൽ മസ്ജിദു സൂഖുൽ ആഖിറ. ഒരു മനുഷ്യന് ആത്മീയതയുടെ ആനന്ദമുണ്ടാവാൻ, ഹലാവ ഉണ്ടാവാൻ പള്ളി വലുതാണ്. അൽ മസ്ജിദു, പള്ളി സൂഖുൽ ആഖിറ, പരലോകത്തേക്കുള്ള സൂഖാണ്, സൂപ്പർ മാർക്കറ്റാണ് പള്ളി. വൽ കിതാബു സദീഖുൽ ഉമർ. അള്ളാന്റെ ഗ്രന്ഥം എന്ന കിതാബുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ, അത് ആയുസ്സിന്റെ കൂട്ടുകാരനാക്കണം. വൽ അമലു അനീസും ഫിൽ ഖബ്ർ. നല്ല അമലുകളായിരിക്കണം ഖബറിൽ ആനന്ദമുണ്ടാവേണ്ടത്, ഖബറിൽ നേരം പോക്കാക്കേണ്ടത്. വഹുസ്നുൽ ഖുലുഖ് താജ്. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കിരീടം സൽസ്വഭാവമാവണം. അഷ്റഫുസ് സുബുലി സബീലുക ഇലൽ മസാജിദ്. നല്ല വഴി പള്ളിയിലേക്കുള്ളതിന്റെ വഴിയാണ്. വഅളമുൽ ഹൈആതി സുജൂദുക ലിർറഹ്മാൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വഴി പള്ളിയാണ്, പള്ളിയിലേക്കുള്ള സബീല. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല രൂപേത, ഏറ്റവും നല്ല യോഗ ഏതാ? അഅളമുൽ ഹൈആസ്. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല യോഗ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അഭ്യാസം, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല എക്സസൈസ് ഏതാ? അഅളമുൽ ഹൈആതി സുജൂദുക ലിർറഹ്മാൻ. പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് കിടക്കൂലേ, അതിലും നല്ല ഭംഗിയുള്ള ഒരു എക്സസൈസോ ഒരു യോഗയോ ഒരു അഭ്യാസമോ ഒന്നുമില്ല. സുജൂദുക ലിർറഹ്മാൻ. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, ഖുർആനുമായി ബന്ധപ്പെടുക, മുത്തുനബിയെ ഏറ്റവും വലിയ സ്വദീഖാക്കുക. ഖുർആൻ അതാണ് തൻ്റെ ഏറ്റവും വലിയ ഡയറി, തൻ്റെ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്, തൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് ഖുർആനാണ്, ദിക്റാണ്, സ്വലാത്താണ്, പള്ളിയാണ്, റുകൂആണ്, സുജൂദാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവുമായിട്ടുള്ള ഈ ഒരു അടുപ്പം, ആത്മീയമായ ബന്ധം, അത് മനുഷ്യന് എപ്പോഴും കൂടുതൽ സമാധാനവും സ്വൈരവും ആനന്ദവും തരുന്നതാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. എല്ലാ സമയത്തും അല്ലാഹുവുമായിട്ട് കുൻ മഅല്ലാഹ്, നീ എപ്പോഴും അള്ളാന്റെ കൂടെ കൂടുക. ഇതാണ് ആത്മീയത, അള്ളാന്റെ കൂടെ കൂടുക. ഫഇൻ ലം തകുൻ മഅല്ലാഹ്, അള്ളാന്റെ കൂടെ കൂടാൻ പറ്റിയില്ലെങ്കിലോ ഫകുൻ മഅമൻ കാന മഅല്ലാഹ്, അള്ളാന്റെ ഒപ്പമുള്ള ആളുകൾ ഉണ്ടാവും, അള്ളാന്റെ കൂടെ കൂടിയൊരു അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുന്ന വഴികൾ, ആ വഴികളൊക്കെ അന്വേഷിക്കുക. യൂസിലുക ഇലല്ലാഹ്. ആ വഴി, ആ വ്യക്തികൾ, ആ രൂപം, ആ മാർഗം, അതൊക്കെ നിന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് തരും. നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, എഴുത്തിക്കാഫോട് കൂടെ ഇരിക്കുക. എന്താ നമ്മുടെ നിയ്യത്ത്? നവൈത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹ്. ഉണ്ടോ? വെണ്ടക്ക അക്ഷരത്തിൽ അതാ രണ്ട് സൈഡിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മറക്കണ്ടാന്ന് വിചാരിച്ചാണ് അവിടെ അങ്ങനെ കൊത്തി വെച്ചിരിക്കുക. എന്തേ? ലില്ലാഹ്.
അള്ളാഹുവിലേക്ക് ഇങ്ങനെ മനുഷ്യനെ, നമ്മുടെ കൽബിനെ ഇങ്ങനെ ചേർത്ത് തരുന്ന ഒരിടം കാർപ്പറ്റ് വിരിച്ച് AC വെച്ച് ഗ്ലാസ് ഇട്ട് ഒരു സ്ഥലം പള്ളിയായിട്ട് വഖഫ് ചെയ്തപ്പോൾ യൂസിലുക് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മൂസിലായിട്ട് ചേർക്കപ്പെടാൻ പറ്റുന്നത് അതൊരു സ്ഥലമാണ്. റമദാൻ നോമ്പാണ്. ഒരു ആത്മീയമായ ഭാവത്തിൽ ഇങ്ങനെ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ ഇരിക്കുക, നോമ്പ് വെച്ചിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് നവൈത്തു സൗമ ഗദിൻ ലില്ലാഹ് യൂസിലുക ഇലല്ലാഹ്. ളുഹർ നിസ്കാരം കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞു, ഇനി അസ്റിന് കാത്തിരിക്കുക. ഉസല്ലി ഫർള സ്വലാത്തുൽ അസ്രി ലില്ലാഹ്, അള്ളാഹുവിലേക്ക് ചേർക്കുകയാണ്. എല്ലാം എല്ലാം അങ്ങനെയാണ്. സ്വതക്ക കൊടുക്കുക ലില്ലാഹ്, സക്കാത്ത് കൊടുക്കുക ലില്ലാഹ്, എല്ലാ കാര്യത്തിനും ബിസ്മില്ലാ. പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുക, പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, ചെരുപ്പിടുക, വീട്ടിക്ക് കയറുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഭാര്യയെ കാണുക, മക്കളെ കാണുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, നോമ്പുറക്കാതിരിക്കുക, സുഹൂറിന് അത്താഴത്തിനിരിക്കുക, എല്ലാം നല്ല കാര്യങ്ങളുമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാൽ അതൊക്കെ റബ്ബിലേക്ക് നമ്മെ ചേർക്കുന്ന മൂസിലാത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആ പുറത്തുള്ളവരൊന്ന് ഇങ്ങോട്ട് അകത്തേക്ക് വന്നാൽ നമുക്കൊന്ന് ദ്വായർന്നിട്ട് ഒന്നിട്ട് വരും. ഇനി വയറില്ല, ഇങ്ങോട്ട് വന്നോളൂ. നമുക്കൊന്ന് ഫാത്തിഹ കോതി. ഇന്ന് ഖദീജ ബീവിയുടെ ആണ്ടാണ്, റമദാൻ 10. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ. ആരംഭ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഖദീജ തന്നതുപോലത്തെ സ്നേഹം ലോകത്താരും തന്നിട്ടില്ല നബിയുന മുഹമ്മദ് മുസ്തഫ. ഖദീജയുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല മുഹമ്മദ് മുസ്തഫ. ഖദീജ എന്നെ സ്നേഹിച്ചതുപോലെ, ഖദീജ എനിക്ക് അഭയം നൽകിയതുപോലെ എനിക്കൊരാളും അഭയം നൽകുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല നബിയുന മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ഖദീജ ബീവിയാണ്. നമ്മളൊക്കെ ഇസ്ലാമിലെ മെമ്പർമാരാ. പ്രിയപ്പെട്ട ഉമ്മമാരെ കേൾക്കുന്നുണ്ടാവുമല്ലോ, അത് നമ്മളൊക്കെ ഇസ്ലാമിലെ മെമ്പർമാരാണ്. നമ്മളൊക്കെ താബിഈങ്ങളിൽ എത്രയോ പിറകിലുള്ള താബിഈങ്ങളാ നമ്മളൊക്കെ. ഈ കാലം അവസാനിക്കാൻ പോവാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ ഒളിയുമായിട്ട്, ദിവ്യപ്രഭയുമായിട്ട്, സന്ദേശവുമായിട്ട് ആരംഭ റസൂലുള്ളാഹി തങ്ങള് ജബലുൻ നൂറിലിരിക്കുമ്പോൾ ആരുണ്ട് കൂടെ? ഖദീജയുണ്ട് റളിയല്ലാഹു അൻഹാ. 40-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിൽ മുത്തഹബീബ് ഖദീജ ബീബിയുടെ പുതിയാപ്പിളയാണ്. 25-ാമത്തെ വയസ്സ്. 25 വയസ്സാകുന്ന യുവകോമളൻ, ചെറുപ്പക്കാരൻ, സുന്ദരൻ, സുശീലനായ അല്ലമീനായ മുഹമ്മദ് 40 വയസ്സുള്ള, നേരത്തെ 3 ഭർത്താക്കന്മാർ കല്യാണം ചെയ്ത് കുട്ടികളുള്ള ഒരു വിധവയെ 40 വയസ്സുള്ള പെണ്ണിനെ കെട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഹബീബായ തങ്ങളുടെ കല്യാണത്തിലെ രഹസ്യം. പലരും മുത്തു ഹബീബിൻ്റെ കല്യാണത്തെ വിമർശിക്കാറുണ്ട്. ഖദീജ ബീവിയുടെ വഫാത്തിനു ശേഷമല്ലാതെ ആരംഭ റസൂലുള്ളാഹി ഒരു പെണ്ണിനെയും കല്യാണം ചെയ്തിട്ടില്ല. ഖദീജ ബീവി മരിച്ചിട്ടേ ഹബീബായ തങ്ങൾ മറ്റു കല്യാണത്തിലേക്ക് പോയുള്ളൂ. എന്നിട്ടും ഖദീജ ബീവിക്ക് ശേഷം കല്യാണം കഴിച്ചത് ആരെയാണ്? 6 കുട്ടികളുള്ള ഒരു തള്ളനെ. 6 കുട്ടികളുള്ള ഒരു തള്ള. ആ തള്ളയുടെ പേരെന്താ? ആ ഉമ്മയുടെ പേരെന്താ? ആ ഭാര്യയുടെ പേരെന്താ? സൗദ. സൗദ ബീവി കറുത്തിരുണ്ട് തടിച്ച ഒരു പെണ്ണായിരുന്നു. അപ്പൊ കല്യാണം ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്, നമ്മുടെയൊക്കെ വീട്ടിലേക്ക് 6 കുട്ടികളുള്ള കറുത്ത തടിച്ച ഒരു തള്ളനെ കെട്ടിക്കൊണ്ടിരാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ റസൂലുള്ളാഹിന്റെ വിവാഹത്തിന്റെ രഹസ്യം എന്തായിരുന്നു? ഒരു പെണ്ണായിരുന്നോ? പടച്ചോനെ, അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പാശ്ചാത്യ മാധ്യമങ്ങളിലും അതുപോലുള്ള എഴുത്തുകളിലൊക്കെ ഇങ്ങനെ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്നിട്ട് ആരംഭ റസൂലുള്ളാഹിന്റെ കല്യാണം, ഭാര്യമാരെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ പടച്ചോനെ ഇതൊക്കെ കൽബിലേക്ക് വരും. 2ാമത് കല്യാണം ചെയ്തത് സുന്ദരികളെ, തരുണീമണികളെ,
ഏറ്റവും എണ്ണം പറഞ്ഞ തറവാട്ടിലെ നല്ല സുന്ദരി പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ മക്കയിലുണ്ട്. ജസീറത്തുൽ അറബിൽ ആള് കാത്തിരിക്കുന്ന മുഹമ്മദിനാണ്. ഒന്നും വേണ്ട, ഒരു വിധവയെ, 6 കുട്ടികളുള്ള ഒരു വിധവയായ കറുത്ത് തടിച്ച ഒരു പെണ്ണിനെ ഹബീബായ തങ്ങൾ കല്യാണം കഴിക്കുകയാണ്. ആദ്യം കഴിച്ചതിൽ കുട്ടികളുണ്ട്, രണ്ടാമത് കല്യാണം കഴിച്ചതിലും കുട്ടികളുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ ചില സൗഹൃദങ്ങൾ കാക്കാനും സംരക്ഷിക്കാനും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോൾ ആയിഷയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇതിലപ്പുറം ഹബീബായ തങ്ങളുടെ വിവാഹത്തെ വിമർശിക്കാൻ എന്തിരിക്കുന്നു? ഹബീബായ തങ്ങൾക്ക് മക്കളെ കൊടുത്തത്, ഹബീബായ തങ്ങൾക്ക് ഭാര്യ എന്ന നിലയ്ക്ക് മക്കളെ കൊടുത്തത് 7 കുട്ടികളെ കൊടുത്ത ഉമ്മയാണ്. ഉമ്മുനാ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അവരുടെ ആണ്ടാണ് റമദാൻ 10 വഫാത്താകുന്നത്. ഇഖ്റഇന്റെ മന്ത്രവചനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ജബലുന്നൂറിന്റെ ഉച്ചിയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ഇഖ്റ യാ മുഹമ്മദ് മാ അന ബിഖാരി, പനിച്ചു വിറച്ച് ആകെ വിഷമിച്ചു പ്രയാസപ്പെട്ടിട്ട് ആരംഭ റസൂലുള്ളാഹി തങ്ങള് ഓടി വരുന്നത് ഇന്നിപ്പോ വലിയ വൈറലായിട്ട് പാടുന്നുണ്ടല്ലോ, പുതപ്പിട്ടു മൂടു ഖദീജ. അതൊരു യാഥാർത്ഥ്യ. പുതപ്പിട്ടു മൂടു ഖദീജ, സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ. നബിയുനാ മുഹമ്മദ് മുസ്തഫയുടെ ഹദീസാണത്, വാക്കാണത്. ആര് പാടിയാലും, ആര് ഈണം നൽകിയാലും, ആര് മ്യൂസിക് കൊടുത്താലും അതൊരു യാഥാർത്ഥ്യ. സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ. ആ ഖദീജ ബീവിയുടെ ആണ്ടാണ്. ബീബി നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ക്ലാസ് ആയതുകൊണ്ട്. ഖദീജ ബീവിയുടെ ആണ്ടാണെന്ന്. ആ ഖദീജ ബീവിയോടാണ് പറയുന്നത് 40 വയസ്സിൽ നബുവത്ത് കിട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുകയാണ്. ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുക. ജബലുന്നൂറിലേക്ക് ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ, ഭക്ഷണവുമായിട്ടൊരു പെണ്ണ് പൊതിച്ചോറുമായിട്ട് ഒരു 4-5 കിലോമീറ്റർ അകലത്തേക്ക്, ആധുനികമായ മക്കയല്ല, എക്സ്പ്രസ് വേകളില്ല, റോഡ് സംവിധാനങ്ങളില്ല, മോട്ടോർ വാഹനങ്ങളില്ല, ലൈറ്റില്ല, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. ആ മക്കയിലെ ജബലുന്നൂറിന്റെ ഉച്ചിയിലേക്ക് ഒരു പെണ്ണ് കയറിപ്പോവുക പൊതിച്ചോറുമായിട്ട് തൻ്റെ ഭർത്താവിനെ തേടിയിട്ട്. എൻ്റെ ഉമ്മമാര് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് ഇണങ്ങേണ്ട വിധം, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ട വിധം, ഒരു ഭാര്യ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യേണ്ട വിധം, ഒരു ഭാര്യ ഭർത്താവിന് ചേർത്ത് പിടിക്കേണ്ട വിധം, അഭയം നൽകേണ്ട വിധം, സഹായിക്കേണ്ട വിധം, സ്നേഹം കൊടുക്കേണ്ട വിധം ഖദീജ പാഠമാണ് റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതിച്ചോറെടുത്തിട്ട് ജബലുന്നൂറിലേക്ക് കയറിപ്പോവാണ്. ഇന്നിപ്പോ പുതിയ പുതിയ ചില പടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത ജബലുന്നൂറിലേക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യം ഖദീജ എന്ന ഒരു പെണ്ണ് കയറിപ്പോകുമ്പോൾ എത്ര വയസ്സായിരിക്കും? 60 വയസ്സ് പിന്നിട്ട ഒരു തള്ളയാ. അത്രയും വയസ്സായ ഒരു ഉമ്മയാണ് പൊതിച്ചോറെടുത്തിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് കയറിപ്പോവാണ്. 25 വയസ്സിൽ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. അപ്പൊ 40 വയസ്സിൽ ഖദീജ ബീവിക്ക്, മുത്തുനബിന്റെ 40 വയസ്സിൽ ഖദീജ ബീവിന്റെ പ്രായങ്ങളൊന്ന് നോക്കിയേ. പടച്ചോനെ, ഭർത്താവിന് ഭക്ഷണവുമായിട്ട് പോവാണ്. ആ ഭർത്താവ് ജിബ്രീലിനെ കാത്തിരിക്കുകയായിരുന്നു. ജിബ്രീൽ വന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതിക്കൊടുത്തു. പേടിച്ചു വറച്ചു. എന്നിട്ട് വന്നിട്ട് ഭർത്താവ് പറയാണ് ഭാര്യയോട്, സമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ടു മൂടു ഖദീജ, എനിക്ക് വിറക്കുന്നു, പനി വരുന്നു. ആശ്വസിപ്പിക്കുക, മടിയിൽ കിടത്തിയിട്ട് ആശ്വസിപ്പിക്കുക. മുത്തുറസൂൽ ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. വന്നിട്ട് പറയാണ്, നബിയെ, ഖദീജക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഖ്രിഉകി അസ്സലാം. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഖദീജ ബീവിക്കൊരു പെണ്ണിന് അള്ളാഹു നേരിട്ട് സലാം പറഞ്ഞത് ലോക ചരിത്രത്തിൽ
ഖദീജ ബീവിയോട് മാത്രമാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയെ ഖദീജ ബീവിക്ക് അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖദീജ അല്ലാഹ് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുഖ്രിഉകി അസ്സലാം. പടച്ചോനെ, ആ ഒരു പെണ്ണ് എന്തായിരിക്കും? ആ ഒരു പെണ്ണിന്റെ മഹത്വം എത്രയാണ്? അല്ലാഹ് സലാം പറഞ്ഞൊരു പെണ്ണ്, ഒരു പെണ്ണിനോട് ഫർള് ആ പെണ്ണ് നിസ്കരിച്ചിട്ടില്ല. കേൾക്കണം, ഒരു ഫർള് നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല. ഫർളായ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് നോമ്പ് നിസ്കാരം ഫർളില്ല. ജിബ്രീൽ നിസ്കാരം സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഒതു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഖദീജ ബീവിക്ക് ഒതു അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, റുക്കൂ പറഞ്ഞു കൊടുത്തു, സുജൂദ് പറഞ്ഞു കൊടുത്തു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. രാവിലെയും വൈകുന്നേരവും മുത്തു റസൂല് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഫർളൊന്നുമില്ല, ളുഹ്റും അസ്റും സുബ്ഹിയും മഗ്രിബും ഒന്നുമില്ല. ഖദീജ ബീവി മരിക്കോളം ഒരു ഫർളും നിസ്കരിച്ചിട്ടില്ല. ഖദീജ ബീവി മരിക്കുന്നവർ ഒരു ഫർള് നോമ്പ് നോറ്റിട്ടില്ല. എന്നിട്ടും ഖദീജയാണ് ഇസ്ലാമിലെ ഉമ്മത്ത് മുഹമ്മദിലെ ഒന്നാമത്തെയാൾ. അബൂബക്കർ അല്ല, ഖദീജയാണ്. ഖദീജ കഴിഞ്ഞിട്ടേ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മെമ്പർ ആരാ? ജിബ്രീൽ വന്നു. അതെ, വന്നോ? ഈ വിവരങ്ങളൊക്കെ ചോദിക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഖദീജക്ക. ആണുങ്ങളിൽ ഒന്നാമത്തെയാൾ അവ്വലുമൻ ആമന ബി അബൂബക്കർ. ഉമ്മത്തിൽ ആദ്യത്തെയാള് ആണല്ല, പെണ്ണാണ്. അതാണ് പെണ്ണിന്റെ മഹത്വം. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കളിയാക്കും. മക്കക്കാര് കളിയാക്കുകയാണ്, ഖുറൈശികൾ. വലിയ മോലാളിച്ചി, പുതിയാപ്പിളെ, മക്കയിലെ പരമദരിദ്രൻ. നാണുണ്ടോ ഈ പെണ്ണിന്? ഖുറൈശികളുടെ പരിഹാസം. ഒരു ഫഖീറായ മുഹമ്മദിനെയാണോ കെട്ടണ്ടായുള്ളൂ ഈ കച്ചവടക്കാരത്തിക്ക്? ഒട്ടകങ്ങൾ, എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന വിധം സ്വർണത്തിന്റെ ദീനാറും ദിർഹമും ഭാണ്ഡം നിറയെയുള്ള ഖദീജ രാജ്ഞിയാണ്. മക്കയിലെ ഏറ്റവും വലിയ ഉന്നത കുലജാതയായ വലിയ ധനികയാണ്, ധനാഢ്യയാണ്, വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഖദീജ. പാവപ്പെട്ട ഫഖീറായ ദരിദ്രനായ മുഹമ്മദിനെയാണോ? അപ്പോഴും ഹബീബായ തങ്ങൾക്ക് വിഷമായല്ലോ. പട്ടിണിയുള്ള ആള് ദരിദ്രൻ എന്നല്ലേ എൻ്റെ ഭർത്താവിനെ പറയുന്നത്. എന്ത് ചെയ്ത് അറിയോ? എന്താ ചെയ്ത്? തൻ്റെ ഒട്ടകങ്ങളും സമ്പത്തും സ്വർണവും ചാവിയും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഇപ്പം ആരാ ഫഖീർ? ഇപ്പം മുഹമ്മദ് മോലാളിയും ഞാൻ ഫഖീറത്തുമല്ലേ, അത് മതി. കണ്ടോ, തൻ്റെ ഭർത്താവിനെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമ്പത്തും ചാവിയും സ്വർണവും ഒക്കെ ഇതെൻ്റെ മുഹമ്മദിനാണ്. ഇനി നിങ്ങൾ പറയൂ, എൻ്റെ മുഹമ്മദ് ധനികനാണ്, ധനാഢ്യനാണ്. എൻ്റെ മുഹമ്മദിന് എത്രയോ സ്വർണ്ണക്കുമ്പാരുണ്ട്, ഞാൻ പാവായിക്കോട്ടെ. കണ്ടോ, ഭർത്താവിൻ്റെ മാനം കാക്കാൻ ഒരു പെണ്ണെടുത്ത പണി. ഇതാണ് ഖദീജ. ഒരുപാട് താരീഖുണ്ട് ഖദീജ ബീവിയുടെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമേ മുത്തുനബിക്ക് മക്കളെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇബ്രാഹിം എന്നൊരു കുട്ടിയുണ്ടായത് അടിമസ്ത്രീയിൽ അമാരിയത്തുൽ ഖബ്തിയ്യയിലാണ്. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് മുത്ത് റസൂലിൻ്റെ എല്ലാ കുട്ടികളും ഫാത്തിമ ബീവിയും റുഖയ്യ ബീവിയും സൈനബ് ബീവിയും ഉമ്മു കുൽസൂമും അബ്ദുല്ലാഹിയും ഇബ്രാഹീമും എല്ലാവരും ഹബീബായ തങ്ങളുടെ മക്കളിൽ ഒരാളല്ലാത്ത ഇബ്രാഹിം എന്ന മകനല്ലാത്ത ബാക്കി എല്ലാ മക്കൾക്കും 6 മക്കൾക്കും ജന്മം കൊടുത്തത് ഈ ഉമ്മയാണ്. ആ ഉമ്മയുടെ ആണ്ടാണ്. അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അർബഉൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന. ഹബീബായ തങ്ങൾ പറഞ്ഞു, 4 പെണ്ണുങ്ങൾ സ്വർഗത്തിലെ ലീഡർഷിപ്പുള്ള പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ ആരൊക്കെയാ? ആസിയ ബിന്തു മുസാഹിം. മാസങ്ങളോളം ചരിത്രം പറയാണ്ട് ഫറോവയുടെ ആസിയ ബീവിയുടെ കഥ. ആസിയ ബിന്തു മുസാഹിം സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. എൻ്റെ ഉമ്മമാര് കേൾക്കണം.
4 പെണ്ണുങ്ങളാ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലൊന്ന് ആസിയ ബിന്തു മുസാഹിം, 2 മറിയം ബിന്തു ഇമ്രാൻ, ഈസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ മറിയം ബീവി 2, മൂന്നാമത്തേത് ഫാത്തിമ ബിൻതി മുഹമ്മദ്, ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ. ഈ ഫാത്തിമയുടെ ഉമ്മ 4-മത്തേത് ഖദീജ ബിൻതി ഖുവൈലിദ്. ഖദീജ, ഫാത്തിമ, ആസിയ, മറിയം. ഈ 4 പെണ്ണുങ്ങളാണ് സ്വർഗീയ വനിതകളുടെ നേത്രികൾ, ലീഡർഷിപ്പുള്ള പെണ്ണുങ്ങളെന്ന് അർബഉൻ സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ആ ഖദീജ ബിവിയുടെ ആണ്ടാണ്. അവരുടെ പേരിൽ പ്രത്യേക ഒരു ഫാത്തിഹ ഓതുക. മരണപ്പെട്ട നമ്മുടെ എല്ലാ മുൻഗാമികൾ, ഒരുപാട് കാരണന്മാർ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്, പള്ളിയുടെ ഓരത്ത് ചേർന്ന് കിടക്കുന്നുണ്ട്. പള്ളി ഉണ്ടാക്കിയപ്പോൾ അവരൊക്കെ ഉള്ളിലായിട്ടുണ്ടാകും. എത്രയോ കാരണവന്മാർ എന്നു മുതലാണോ മറമാടൽ ആരംഭിച്ചത് അന്നു മുതൽ എത്രയോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഒരുപാട് ആളുകൾ, നമ്മൾ കണ്ടവരും കാണാത്തവരും അറിയുന്നവരും അറിയാത്തവരും കുടുംബങ്ങളും അല്ലാത്തവരും, ആണും പെണ്ണും, ചെറിയവരും വലിയവരും, ഒരുപാട് ആളുകൾ. എല്ലാവരുടെയും അർവാഹിലേക്ക് ഒരു ഫാത്തിഹ. ഒന്ന് എഴുന്നേറ്റിരിക്കുക എല്ലാവരും, കുറേയിലിരിക്കണം. അല്ലാഹുവേ, ഉസ്താദ് നിർത്തല്ലേ? പറഞ്ഞ അങ്ങനെ പറഞ്ഞു, നിസ്കരിക്കാൻ അടുത്തണല്ലോ അല്ലേ? മതിയല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ. ഒന്ന് അടുത്തേക്ക് ഇന്ന് എന്നിട്ട് ദോരക്കാം ആനോട് പോകും ചെയ്യാലോ. ഇൻഷാ അല്ലാഹ്. ഇനി ഇരിക്കണ്ട, ഒന്ന് അടുത്തേക്ക്. ഒരു സന്തോഷമാണല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ അനുസ്മരിച്ചോർത്ത് അൽഹംദുലില്ലാഹ് അവരുടെ അർവാഹിലേക്ക് വളരെ സന്തോഷമുള്ള നോമ്പിൽ ഏറ്റവും വലിയൊരു ഹദിയ അവർക്കൊരു ഫാത്തിഹ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണല്ലോ. അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. എടുക്ക അർവാഹിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وزد وبارك على عبدك ورسولك نبينا نبي الرحمة وسيدنا سيد السادات محمد بن عبد الله صلى الله عليه وسلم وعلى آله وصحابه وأزواجه وأولاده وخلفائه وعترته وأهل بيته وأهل عبائه كلهم أجمعين. نسألك اللهم يا ربنا أن تبارك لنا في جميع أمورنا وفي هذا العمل وفي هذا الجمع وفي هذا المجلس وفي هذا الشهر وفي هذا اليوم وفي هذا العشر وفي هذه الساعة وفي هذه الأعمال كلها يا رب العالمين وفي مجالسنا يا رب العالمين وموعظتنا وإرشادنا ووعظنا يا رب العالمين ونصيحتنا بركة تامة يا رب العالمين وفي علمنا وعبادتنا بركة تامة يا رب العالمين وفي سماعنا بركة تامة يا رب العالمين. رحم الراحمة يا الله ഞങ്ങളുടെ ദുആന ഖബൂലാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ 10 വിട പറയാൻ മണിക്കൂറുകളാണ്. റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്.
കാരുണ്യവാനായ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് വിശാലമാക്കി തരണേ റബ്ബേ, റഹ്മത്ത് വാസിഅക്കി തരണേ റബ്ബേ, നിഅമത്തുകളൊക്കെ ദായിമാക്കി തരണേ റബ്ബേ. അല്ലാഹ് നിന്റെ റഹ്മത്തിൽ ആശമുറിയാതെ നിരാശരാവാതെ ഞങ്ങൾ അർഹമുർ റഹീമായ അല്ലാഹ് നിന്നെ ഞങ്ങൾ വിളിക്കുകയാണ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തടയരുതേ റബ്ബേ, നിഅമത്ത് പിടിച്ചു വെക്കരുതേ റബ്ബേ. അല്ലാഹുവേ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അല്ലാഹ് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ വേണ്ടുവോളം നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ. നിന്റെ കരുണ കൊണ്ടല്ലാതെ, നിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ, നിന്റെ കടാക്ഷം കൊണ്ടല്ലാതെ അല്ലാഹുവേ രക്ഷപ്പെടാൻ സാധ്യമല്ലല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ മൂടിപ്പൊതിഞ്ഞ് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ഭാര്യമാർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, സഹോദര സഹോദരിമാർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ഖബറിലുള്ളവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് ഞങ്ങൾ വരികയാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ഓശാനമാക്കി വിശാലമാക്കി തരണേ അല്ലാഹ്. പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പാപങ്ങളില്ലാത്ത, തെറ്റുകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത എൻ്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഭാവി ഭാസുരമാക്കി സന്തോഷമാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും, ആദ്യം ചെയ്തതും ഈ ഒടുക്കം ചെയ്തതും എല്ലാം റമളാന്റെ ബറക്കത്ത് കൊണ്ട്, നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട്, ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ പത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് പൊറുക്കണേ അല്ലാഹ്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് പൊറുക്കണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗം കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ ഞങ്ങളുടെ ഖബറാളികൾക്ക് മുഴുവനും പൊറുക്കണേ റബ്ബേ. പ്രാചീനമായ പൗരാണികമായ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഞങ്ങളുടെ ഖബർസ്ഥാനാണോ, ഞങ്ങൾ കണ്ടവരും കാണാത്തവരും അറിയുന്നവരും അറിയാത്തവരും ആണും പെണ്ണും ചെറിയവരും വലിയവരും ഒക്കെ റബ്ബേ ഒരുപാട് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും നീ പൊറുക്കണേ റബ്ബേ. ആദ്യമായിട്ട് ആരാണോ ഇവിടെ മറവ് ചെയ്യപ്പെട്ടത് എവിടെ മുതൽ ഈ ഒടുക്കം ഞങ്ങൾ മറവ് ചെയ്തവർ വരെ അല്ലാഹ് അവർക്കൊക്കെ നീ പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആയിൽ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർ എവിടെയാണ് കിടക്കുന്നതെങ്കിലും ഉസ്താദുമാര്, മഹാന്മാര്, മശായിഖുമാര്, സാദാത്യങ്ങൾ, ഞങ്ങളുടെ വല്ലുപ്പമാര്, വല്ലുമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, രക്തബന്ധങ്ങളിലെ, വൈവാഹിക ബന്ധങ്ങളിലെ, മുലകുടി ബന്ധങ്ങളിലെ പ്രിയപ്പെട്ടവരൊക്കെ ഏതു നാട്ടിലെ, ഏത് പള്ളിക്കാട്ടിലെ, ഏത് ശ്മശാനത്തിൽ, ഏത് ഖബറിലാണ് അടങ്ങിയതെങ്കിലും അവർക്കും പൊറുക്കണേ അല്ലാഹ്. അവരോട് കരുണ കാണിക്കണേ റബ്ബേ. ഫിർദൗസിന്റെ വാതിലുകൾ അവരുടെ ഖബറകത്തേക്ക് തുറക്കണേ റബ്ബേ. അല്ലാഹ് ഖൈറുകളൊക്കെ നൽകണേ റബ്ബേ, ഷർറുകളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. ക്ഷാമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും ആദികളും വ്യാധികളും നോവും നൊമ്പരങ്ങളും എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. തീർത്താൽ തീരാത്ത കടങ്ങൾ, ചികിത്സിച്ചാൽ ഭേദമാവാത്ത രോഗങ്ങൾ എല്ലാം ഞങ്ങളെ തൊട്ട് നീ ദൂരീകരിച്ച് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. റമളാന്റെയും ഖുർആന്റെയും ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. റമളാന്റെയും ഖുർആന്റെയും ബറക്കത്ത് കൊണ്ട് സിഹ്ഹത്ത് നൽകണേ അല്ലാഹ്. റമളാന്റെയും ഖുർആന്റെയും ബറക്കത്ത് കൊണ്ട് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈ ഖുവത്തും ഉൽഫത്തും മഹബ്ബത്തും നീ ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഉലമാ ഉമറാ അവരെയൊക്കെ നീ സാലിഹീങ്ങളും നല്ലവരും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ നേതാക്കൾ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അവർക്കൊക്കെ ഇസ്സത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ല് ജമാഅത്ത് സംവിധാനങ്ങൾ, പള്ളി, മദ്രസകൾ, അതിൻ്റെ കൈകാര്യകർത്താക്കൾ അല്ലാഹ്, ഞങ്ങളുടെ മഹല്ലത്തുമായി ബന്ധപ്പെടുന്ന വീടുകൾ, ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവർ, പള്ളിയുമായി മദ്രസയുമായി ബന്ധപ്പെടുന്നവർ എല്ലാവരിലും നീ ഖൈർ നൽകണേ അല്ലാഹ്. മഹല്ല് സംവിധാനങ്ങളെ ഉത്തരോത്തരം ഉന്നതിയിലും റാഹത്തിലും ഉയർച്ചയിലും വളർച്ചയിലും സന്തോഷത്തിലും ഐക്യത്തിലുമാക്കണേ റബ്ബേ. അല്ലാഹുവേ കഠിനമായ ചൂടിലാ ഞങ്ങളുടെ നോമ്പ് അല്ലാ
നാളെ കത്തിയാളുന്ന മശ്ശറിലേക്ക് ഇതൊരു തണലാക്കി തരണേ റബ്ബേ. കാലാവസ്ഥയുടെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ജലാശയങ്ങളും കിണറുകളും ജലസംഭരണികളും വറ്റി വരണ്ട് വെണ്ടുകീറി കിടക്കുകയാ. കാരുണ്യവാനായ അല്ലാ, എൻ്റെ കരുണയുടെ റഹ്മത്തിൻ്റെ മഴയും വെള്ളവും നൽകണേ അല്ലാ. കാലാവസ്ഥയുടെ നല്ല കുളിരും തണുപ്പും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ചൂടിൽ ഞങ്ങൾ നോൽക്കുന്ന നോമ്പിന് വലിയ അളവിലുള്ള കൂലിയും നൽകണേ റബ്ബേ. അല്ലാഹുവേ തമ്പുരാനെ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ വിധങ്ങളായ രാജ്യങ്ങളിൽ അട്ടിയോടിക്കപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, കൊന്നൊടുക്കപ്പെടുന്ന, അഭയാർത്ഥികളായി ഓടിപ്പോകുന്ന ലക്ഷങ്ങളാ ഞങ്ങളുടെ ഇഖ്വാനീങ്ങൾ റബ്ബേ. ഫലസ്തീനിൽ ഉൾപ്പെടെ അല്ലാഹുവേ വിദ്യാലയങ്ങളും ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും അല്ലാഹുവേ ആരോഗ്യ പ്രവർത്തകരെയും മുഴുവനും കൊന്നെടുക്കപ്പെടുന്ന ജൂതന്റെ ഇസ്രായേലിൻ്റെ കിരാതമായ രംഗങ്ങളാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് അഭയം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടിലും അവസ്ഥ മറിച്ചല്ല അല്ലാഹുവേ. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഭീഷണിയിലാ ഞങ്ങളുള്ളത് പടച്ചോനെ. അതിനെതിരെ ഞങ്ങളുടെ സാമുദായിക മതരംഗങ്ങളിലൊക്കെയുള്ള നേതൃത്വം കഠിനമായിട്ട് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു, വാദിക്കുന്നു. വേണ്ട നിയമ നടപടികൾക്കൊരുങ്ങിയിട്ടുണ്ട്. രക്ഷ നൽകണേ അല്ലാ. ലക്ഷങ്ങളാണ് പൗരത്വ ബില്ലിൽ നിന്ന് പുറത്തു പോകുന്നത്, അഭയാർത്ഥികളാവാൻ വേണ്ടി കാത്തിരിക്കുന്നത് റബ്ബേ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഇസ്സത്ത് നൽകണേ റബ്ബേ. പടച്ചോനെ ഞങ്ങളുടെ പള്ളികൾ, മദ്രസകൾ, ഈ സംവിധാനങ്ങൾ, ശരീഅത്ത്, ഉമ്മത്ത്, മില്ലത്ത് പടച്ചോനെ ഇതൊന്നും ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത വിധം മേഘ സിവിൽ കോഡിൻ്റെ ഭീഷണി വരെ നിലനിൽക്കുകയാ. ഞങ്ങൾക്ക് നീ ഇസ്സത്തും സലാമത്തും ഈമാനും സന്തോഷവും സ്വാതന്ത്ര്യവും നീ നൽകണേ അല്ലാ. എൻ്റെ അഭയവും കരുണയുമല്ലാതെ മറ്റൊരാളും ഞങ്ങളെ രക്ഷിക്കാനില്ല റബ്ബേ. മറ്റൊരാളും ഞങ്ങൾക്ക് അഭയമായില്ല റബ്ബേ. മറ്റൊരാളും ഞങ്ങൾക്ക് സംരക്ഷകരായിട്ടില്ല റബ്ബേ. നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് അഭയം നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവിയുടെ മദ്ഹ ഞങ്ങൾ കുറഞ്ഞെങ്കിലും പറഞ്ഞത് ഖദീജ ബീവിയുടെ ആണ്ടാണ്. സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്നയാണ്. പടച്ചോനെ അവരുടെ മദദ് കൊണ്ട്, കറാമത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. മുത്തു ഹബീബിന്റെ ഭാര്യ ഞങ്ങളുടെ ഉമ്മയാണ്. അവരുടെ കൂടെ സ്വർഗം നൽകണേ അല്ലാ. അവർ കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിലേക്ക്, അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹകളും ഇഖ്ലാസ് മുഅവ്വിദാത്തുകളും അവരുടെ ഖബറിലേക്ക്, റൂഹിലേക്ക് എത്തിക്കണേ റബ്ബേ. മുത്തു ഹബീബ് ജനാസ ചുമന്നു കൊണ്ടുപോയതാ. ജനാസ ഇറക്കാൻ ഖബറിലേക്ക് ഹബീബായ തങ്ങളാണ് ഇറങ്ങി നിന്നത്. ആ ഖബറിലാണ് മുത്ത് ഖദീജ ബീവി കിടക്കുന്നത്. അവരുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അവരുടെ ഉമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാരെയൊക്കെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിക്കപ്പെടുന്ന വിധം അവരുടെ കറാമത്തും അവരുടെ മദദും മഊനത്തും ശഫാഅത്തും ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. എൻ്റെ ദുആന സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇജാബത്ത് നൽകണേ അല്ലാ. റമളാൻ അനുകൂലമാക്കണേ റബ്ബേ. റമളാൻ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. റയ്യാനിലൂടെ സ്വർഗവും നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. دعاء ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.